Hello dear students, good evening. ഞാൻ ധന്യ വർഗീസ് നിങ്ങളുടെ ഫാക്കൽറ്റി ഫോർ സ്ട്രാറ്റജിക് മാനേജ്മെന്റ്. സോ നമ്മുടെ RTP Jan 2025 റിലീസ് ആയിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി കോർപ്പറേറ്റ് ആൻഡ് അതർ ലോയുടെ ഒരു സെഷൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. സോ RTP ഫോർ കോർപ്പറേറ്റ് ആൻഡ് അതർ ലോ കാണാത്ത കുട്ടികൾക്ക് യു ക്യാൻ വാച്ച് ഇൻ our YouTube channel. It's already uploaded. So in this session we'll be discussing about the strategic management, which is your 50 marks weightage ഉള്ള ഒരു സബ്ജക്ട്. 50 മാർക്സ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ്, 50 മാർക്സ് ഫോർ ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ഇങ്ങനെയാണ് ആ പേപ്പറിനെ പേപ്പർ 6 ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. 6B ആണ് നമ്മൾ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എന്നുള്ളൊരു ഏരിയ ആണ് നമ്മൾ ഈ പറയുന്ന സെഷനിൽ കൂടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നൗ നമ്മുടെ ബാക്കിയുള്ള പേപ്പേഴ്സ് പോലെ തന്നെ ഇതിനകത്തും ഒരു സെഗ്രിഗേഷൻ ഉണ്ട്. ആസ് എൻ 50 മാർക്സിന്റെ പേപ്പർ ആണെങ്കിൽ പോലും ഇതിനകത്ത് കുറച്ച് ഇറ്റ് ഇസ് ഡിവൈഡഡ്, അതായത് മൾട്ടിപ്പിൾ ചോയ്സ് ആൻഡ് ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് ആയിട്ട് അതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതിനുശേഷമായിരിക്കും വിൽ ബി ഡിസ്കസിങ് ദ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. അപ്പൊ ഞാൻ കോർപ്പറേറ്റ് ആൻഡ് അതർ ലോയ്ക്കകത്ത് കുറച്ച് ടിപ്പൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുന്നത്. സോ ദ സെയിം വിൽ ബി ആപ്ലിക്കബിൾ ഹിയർ. സ്ട്രാറ്റജിക് മാനേജ്മെന്റ് അതുപോലെ തന്നെയാണ് നമ്മൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് സോർട്ട് ഔട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ആക്ച്വലി വെൻ ഐ വാസ് ഗോയിങ് ത്രൂ ദി RTP ഞാൻ നോക്കുമ്പോൾ നമ്മൾ ക്ലാസ്സിൽ വർക്ക് ബുക്കിൽ കിടക്കുന്ന കുറെ ക്വസ്റ്റ്യൻസ് വെരി ഇമ്പോർട്ടന്റ് ഒക്കെ മാർക്ക് ചെയ്തിട്ടില്ല, അതേ ക്വസ്റ്റ്യൻസ് തന്നെ വന്നേക്കുന്നത്. പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മുടെ കഴിഞ്ഞ മെയ് അറ്റംപ്റ്റിലൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ കുറച്ച് RTPക്കകത്ത് വന്നിട്ടുണ്ട്. സോ സെപ്റ്റംബർ അല്ല, എബൌട്ട് ദ മെയ് അറ്റംപ്റ്റ്. സോ അഗെയിൻ ക്വസ്റ്റ്യൻസ് ഒന്നും തന്നെ എനിക്ക് കോംപ്ലിക്കേറ്റഡ് ആയിട്ടോ ഒരു ഡിഫറെന്റ് ക്വസ്റ്റ്യൻ ആയിട്ടോ ഒന്നും എനിക്ക് തോന്നിയില്ല. ദ ക്വസ്റ്റ്യൻസ് വാട്ട് എവർ വി സോർട്ടഡ് ഔട്ട് ഇൻ ദ ക്ലാസ് സെയിം തിങ്. ലൈക്ക് കുറച്ചും കൂടെ പ്രിസൈസ് ആയിട്ട് പറഞ്ഞാൽ നമ്മുടെ വർക്ക് ബുക്കിലുള്ള സെയിം ക്വസ്റ്റ്യൻസ്, പേര് മാറ്റിയിട്ടുണ്ടാവാം, ബിസിനസ് മാറ്റിയിട്ടുണ്ടാവും. ആ പ്രസന്റേഷൻ നമ്മൾ ക്ലാസ്സിൽ എഴുതി പഠിച്ചിട്ടുണ്ടല്ലോ, അതേ പ്രസന്റേഷനിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക, എന്നിട്ട് കണ്ടിന്യൂ പ്രാക്ടീസിങ് വെറൈറ്റി ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ്. സോ പുതിയ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒന്നും തന്നെ കണ്ടില്ല. ബട്ട് ലെറ്റ് us go in detail and just brush up whatever you have forgotten. എന്തൊക്കെ മറന്നുപോയി എന്നൊക്കെ നമുക്ക് റിവൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. അപ്പൊ നിങ്ങൾക്ക് യു കെൻ ഗോ ഫോക്കസ് മോർ ഓൺ ദോസ് ഏരിയാസ്. നമുക്ക് ടോട്ടൽ 5 ചാപ്റ്റർ ഉള്ളത്. സോ ചാപ്റ്റർ വൈസ് ആയിട്ട് വെറ്റേജ് കൊടുത്തിട്ട് they have given questions from each chapter. So ഒട്ടും ടൈം കളയാതെ തന്നെ we are going to start with the descriptive question. എളുപ്പമുള്ള ക്വസ്റ്റൻ ആണ് ഫ്രം ചാപ്റ്റർ 1. Introduction to strategic management ആണ്. XYZ enterprises operates in various sectors including the renewable energy solutions, organic skincare products, eco-friendly packaging and smart home technology. പല കാര്യങ്ങളിലാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്, പല സെക്ടേഴ്സ് ആണ്. The organization is currently in the process of recruiting a chief executive officer. In this scenario, imagine yourself as an HR consultant of the XYZ enterprises. Identify the strategic level that encompasses this role within the XYZ enterprises. Provide an overview of the key duties and responsibilities falling under the chief executive officer's scope. Same questions there in the workbook. പേര് മാറ്റിയിട്ടുണ്ടാവും. സോ ദിസ് ഇസ് ബേസിക്കലി ഏത് ലെവലാണ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, CFO എന്നൊക്കെ പറയുന്നത് കോർപ്പറേറ്റ് ലെവലിലാണ്, ടോപ്പ് ലെവൽ കോർപ്പറേറ്റ് ലെവലുള്ളതാണ്. സോ കോർപ്പറേറ്റ് ലെവൽ മാനേജേഴ്സിന്റെ കീ റെസ്പോൺസിബിലിറ്റീസ് ആണ് നിങ്ങൾ ഇവിടെ ലിസ്റ്റ് ഡൗൺ ചെയ്യേണ്ടത്. സോ ആൻസർ പ്രസന്റേഷൻ അറിയാമില്ലാത്ത കുട്ടികൾ രണ്ട് രീതിയിൽ പ്രസന്റ് ചെയ്യാം. നിങ്ങൾക്ക് ഒന്നെങ്കിൽ തിയറി ഫസ്റ്റ് പാരഗ്രാഫിൽ കൊടുത്തിട്ട് കൺക്ലൂഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ പറയുന്ന കമ്പനിയുടെ പേര് XYZ എന്റർപ്രൈസസ് ഇതിനകത്ത് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറിന്റെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഇതൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് 2-3 ലൈനിൽ യു ക്യാൻ കൺക്ലൂഡ് ഇറ്റ്. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ എഴുതുന്ന തിയറി ഈ പറയുന്ന കേസ്, അതായത് കേസ് എന്ന് പറയുമ്പോൾ എപ്പോഴും അതിനകത്ത് നിങ്ങളോടൊരു കമ്പനിയുടെ പേര്, ആളുടെ പേരൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ അത് ആൻസറിനകത്ത് ക്ലബ് ചെയ്ത് കൊടുക്കുക. റാദർ ദൻ ജെൻഡർ, ദ കമ്പനി എന്നൊക്കെ പറഞ്ഞത് ഓർഗനൈസേഷൻ എഴുതാതെ യു ക്യാൻ ക്ലബ് ആൻഡ് റൈറ്റ് ദ കമ്പനീസ് നെയിം, ഓർഗനൈസേഷൻസ് നെയിം ആൻഡ് ദ റെസ്പെക്റ്റീവ് പേഴ്സൺസ് നെയിം. ഓക്കെ, സോ അത് രണ്ട് രീതിയിൽ ആൻസർ പ്രസന്റ് ചെയ്യാം. സോ ലെറ്റ് us start. കോർപ്പറേറ്റ് ലെവലാണ് വന്നേക്കുന്നത്. The chief executive officer is positioned is operating at the corporate level. The executive level is key in leading the overall direction, providing performance, success of the entire organization. Central role play ചെയ്യുന്നുണ്ട്. Company strategic vision, overseeing the diverse business sectors, ensuring alignment and organizational goals. So വളരെ ബേസിക് ആയിട്ട് CEO ആണ്. CEOയുടെ ബേസിക് ആയിട്ടുള്ള 1-2 കാര്യങ്ങൾ എഴുതുക, ഒരു 1 ലൈൻ വല്ല എഴുതുക. എന്നിട്ട് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് CEO, അതായത് ബേസിക്കലി കോർപ്പറേറ്റ് ലെവലിന്റെ കീ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, ദാറ്റ് ഇസ് വാട്ട് യു ആർ ഗോയിങ് ടു റൈറ്റ് ഹിയർ. Oversee the development of strategy for the whole of the organization. ഹോൾ ഓഫ് ദി ഓർഗനൈസേഷൻ എങ്ങനെയാണ് സ്ട്രാറ്റജീസ് ഡെവലപ്പ് ആയി വരുന്നത് എന്ന് നോക്കുന്നത് കോർപ്പറേറ്റ് ലെവലാണ്. നമ്പർ 2, മിഷൻസ് ആൻഡ് ഗോൾസ്. ഓർഗനൈസേഷൻ ഈ വർഷം എന്ത് ചെയ്യണം, അടുത്ത വർഷം എന്ത് ചെയ്യണം, മിഷൻസ് ആൻഡ് ഗോൾസ് സെറ്റപ്പ് ചെയ്യുന്നത് കോർപ്പറേറ്റ് ലെവലാണ്.
തേർഡ് വൺ, ഡിറ്റർമൈനിങ് വാട്ട് ബിസിനസ്, എന്ത് ബിസിനസ്സിലോട്ട് അവർ പോകണം. ഇപ്പൊ ITC പല പല ബിസിനസ്സസ് ഉണ്ട്. സോ ITCയുടെ കോർപ്പറേറ്റ് ലെവലിൽ ഇരിക്കുന്ന ആൾക്കാരായിരിക്കും തീരുമാനം എടുക്കുക. ആദ്യം അവർ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ടൊബാക്കോ സ്റ്റാർട്ട് ചെയ്തു, പിന്നെ ദേ മൂവ് ടു ഹോട്ടൽ ഇൻഡസ്ട്രി, ദേ ഓൾസോ മൂവ് ടു സ്റ്റേഷനറി, പല പല സെഗ്മെന്റിലോട്ട് അവർ മാറി, കൺസ്യൂമബിൾ FMCG ഗുഡ്സിലോട്ട് കംപ്ലീറ്റ്ലി മാറി. സോ ഏതിലോട്ടൊക്കെ പോകണം എന്നൊക്കെയുള്ള തീരുമാനം എടുത്തത് ആരായിരിക്കും? കോർപ്പറേറ്റ് ലെവലായിരിക്കും. അലോക്കേറ്റിംഗ് ദ റിസോഴ്സസ് അമംഗ് ദ ഡിഫറെന്റ് ബിസിനസ്, ഏത് ബിസിനസ് ആണ് ഐഡന്റിഫൈ ചെയ്താൽ മാത്രം പോരാ, ഈ ബിസിനസ് നടത്തിയെടുക്കാൻ എങ്ങനെ റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നതും കോർപ്പറേറ്റ് ലെവലാണ്. പിന്നെ ഫോർമുലേറ്റിംഗ് ആൻഡ് ഇംപ്ലിമെന്റിംഗ് സ്ട്രാറ്റജി, മുകളിൽ നമ്മൾ പറഞ്ഞു സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ നോക്കും. ഓവറോൾ ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ടോ, പ്ലാൻ ചെയ്തോലെ ഡെവലപ്പ് ചെയ്യുന്നുണ്ടോ, എന്തൊക്കെ ബിസിനസ്സിലോട്ട് പോകണം, ആ ബിസിനസ്സിലോട്ട് പോകാനുള്ള റിസോഴ്സസ് എന്തൊക്കെയാണ്. ഇത് കൂടാതെ സ്ട്രാറ്റജീസ് ഫോർമുലേറ്റ് ചെയ്യാനും ഇംപ്ലിമെന്റ് ചെയ്ത് എടുപ്പിക്കുന്നതും ആരാണ്? കോർപ്പറേറ്റ് ലെവലാണ്. ലീഡർഷിപ്പ്, ആൾക്കാർ ഓവറോൾ ആയിട്ട് എല്ലാ കാര്യങ്ങളും നോക്കി എല്ലാം ചെയ്യുന്നത് പ്രോപ്പർ ആണോ എന്ന് നോക്കുന്നതും ആരാണ്? കോർപ്പറേറ്റ് ലെവലാണ്. Ensuring that corporate and business level which company pursues are consistent with maximizing shareholders wealth. shareholders wealth maximize ചെയ്യുന്ന രീതിയിലാണോ താഴെയുള്ള രണ്ട് ലെവൽ പ്രവർത്തിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുന്നതും കോർപ്പറേറ്റ് ലെവലാണ്. മാനേജിംഗ് ദ ഡൈവെസ്റ്റ്മെന്റ് ആൻഡ് അക്വസിഷൻ പ്രോസസ്, എന്തെങ്കിലും ബിസിനസ് നിർത്തണോ, പുതിയ ബിസിനസ് എന്തെങ്കിലും അക്വയർ ചെയ്യണോ എന്നൊക്കെയുള്ള തീരുമാനം എടുക്കുന്നതും കോർപ്പറേറ്റ് ലെവലാണ്. ഏതെങ്കിലും ഒരു 5 points എഴുതിയാലും ഇറ്റ് ഇസ് മോർ ദൻ എനഫ്. സോ കോർപ്പറേറ്റ് ലെവലിനെ പറ്റി യു ജസ്റ്റ് റൈറ്റ് 1 or 2 lines. റൂൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റിക്കകത്ത് യു ക്യാൻ റൈറ്റ് എനി 5 points. നോ, ഈ പറയുന്ന നേച്ചർ പ്രകാരം അവർ ആ കഥ മൊത്തം അതിനകത്ത് കൊടുത്തു. അതായത് ആ മോളിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് എക്സസൈസ് ചെയ്യുന്ന പരിപാടികൾ എന്തൊക്കെയാണ് എന്നിട്ട് അവർ പറയുന്നു CEO ഏത് ലെവലിലുള്ളതാണ്, കോർപ്പറേറ്റ് ലെവലിലാണ്, ക്രിട്ടിക്കൽ റോള് തന്നെ പ്ലേ ചെയ്യുന്നുണ്ട്. മോളിൽ പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങളാണ് ആര് ചെയ്യേണ്ടത്? CEO ചെയ്യേണ്ടത്. കാരണം ക്വസ്റ്റൻ എന്താണ്? HR കൺസൾട്ടന്റ് ആയിട്ടുള്ള നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം അത് ഏത് ലെവലിലാണ്, എന്നിട്ട് അവരുടെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്. സോ കോർപ്പറേറ്റ് ലെവലാണ് ഐഡന്റിഫൈ ചെയ്തു, റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എഴുതുക, എന്നിട്ട് ഈ പറഞ്ഞ XYZന്റെ ഈ പറഞ്ഞ ബീങ് എൻ HR കൺസൾട്ടന്റ് യു ഹാവ് ഐഡന്റിഫൈഡ് ദാറ്റ് ദിസ് പേഴ്സൺ ബിലോങ്സ് ടു ദ കോർപ്പറേറ്റ് ലെവൽ. That is how you will conclude. ഈ എക്സാക്ട്ലി ഇതുപോലെ വരണ്ട, യു ജസ്റ്റ് ഹാവ് ടു ബ്രിങ് ഇൻ ഐഡിയ, ഇതുപോലെ ആണ് എന്നുള്ളത് പ്രസന്റേഷൻ സ്റ്റൈൽ കൊണ്ടുവരിക. Going to the next question. Let us go to the question number 2. That is, a company's mission statement, first chapter annada, company's mission statement is typically focused on its present business scope. Analyze the significance of a mission statement. What business we are in, നമ്മളെ എന്ത് ബിസിനസ് ഇപ്പൊ ചെയ്യുന്നത്, വേർ ആർ വി ഗോയിങ്, എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്, ഇതൊക്കെയാണ് മിഷൻ പറയുക. സോ പ്രസന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് മിഷനിൽ പറയുക. സിഗ്നിഫിക്കൻസ് ഓഫ് മിഷൻ സ്റ്റേറ്റ്മെന്റ്, മിഷൻ സ്റ്റേറ്റ്മെന്റിന്റെ ആവശ്യം എന്തിനാണ് എന്ന് നമ്മൾ എഴുതണം. അതായത് സിഗ്നിഫിക്കൻസ്, അതായത് എന്തൊക്കെ കാര്യങ്ങളാണ് മറ്റേ മിഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാനകത്ത് നമ്മൾ ഉറപ്പുവരുത്തുന്നത്. സോ മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ who we are and what we do. പ്രസന്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നതെല്ലാം നമുക്ക് മിഷൻ. വിഷൻ എന്ന് പറഞ്ഞാൽ ലോങ് ടേം, മിഷൻ എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടേം. മിഷൻ സ്റ്റേറ്റ്മെന്റ് ബ്രോഡ്ലി ഡിസ്ക്രൈബ് ആൻ ഓർഗനൈസേഷൻസ് പ്രസന്റ് കേപ്പബിലിറ്റി, കസ്റ്റമർ ഫോക്കസ്, ആക്ടിവിറ്റി ആൻഡ് ബിസിനസ് മേക്കപ്പ്. ഇപ്പോഴത്തെ പ്രസന്റ് ആയിട്ടുള്ള കേപ്പബിലിറ്റി എന്താണ്, ഇപ്പൊ ഏത് കസ്റ്റമറിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്, എന്തൊക്കെ ആക്ടിവിറ്റി ചെയ്യുന്നു, ബിസിനസ് അതൊക്കെ അതിനനുസരിച്ചിട്ട് മറ്റേ അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ ആ ഗോൾസ്, ഇതൊക്കെ നോക്കുന്നത് മിഷൻ സ്റ്റേറ്റ്മെന്റ് വഴിയാണ്. സോ മിഷൻ സ്റ്റേറ്റ്മെന്റ് സിഗ്നിഫിക്കൻസ് എന്തൊക്കെയാണ്? ഇറ്റ് എൻഷുവേഴ്സ് യുനാനിമിറ്റി ഓഫ് പർപ്പസ്, എല്ലാവരും ഒരുപോലെയാണോ പണിയെടുക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുന്നത് മിഷനാണ്. എല്ലാ മറ്റേ റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കണ്ടേ, നമ്മൾ തൊട്ട് മുകളിൽ കോർപ്പറേറ്റ് ലെവൽ പഠിച്ചില്ലേ. അപ്പൊ റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് ഒരു ബേസിസ് അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് സെറ്റപ്പ് ചെയ്യും. ബേസിസ് സ്റ്റാൻഡേർഡ് ഫോർ അലോക്കേറ്റിംഗ് ഓർഗനൈസേഷൻ റിസോഴ്സസ്. അതുപോലെ ഒരു ബേസിസ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ക്രിയേറ്റ് ചെയ്യും ഫോർ ഇന്നോവേറ്റിംഗ് ദ യൂസ് ഓഫ് ഓർഗനൈസേഷൻ റിസോഴ്സ്. അത് അലോക്കേറ്റ് ചെയ്യാൻ മാത്രമല്ല, അതെങ്ങനെ ഉപയോഗിക്കണം എന്നും കൂടെ ആര് പറഞ്ഞു തരും? മിഷൻ സ്റ്റേറ്റ്മെന്റിനകത്ത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഇറ്റ് എസ്റ്റാബ്ലിഷസ് എ ജനറൽ ടോൺ ഓർ ഓർഗനൈസേഷൻ ക്ലൈമറ്റ് ടു സജസ്റ്റ് എ ബിസിനസ് ലൈക്ക് ഓപ്പറേഷൻ. എല്ലാവരും ഒരേപോലെ പ്രവർത്തിക്കുന്ന രീതിയിൽ ഒരു ജനറൽ ടോൺ, പല ആൾക്കാരും പല രീതിയിൽ പ്രവർത്തിക്കുന്ന പോലെയല്ല, എല്ലാവരും ഒരു ജനറൽ ടോണിൽ ബിസിനസ് ഓപ്പറേറ്റ് ചെയ്ത് പോകണം. അതിനുവേണ്ടി അവർക്ക് എന്ത് വേണം? മിഷൻ സ്റ്റേറ്റ്മെന്റ് വേണം. So it serves as a focal point for organization's purpose and direction. ഓർഗനൈസേഷന്റെ പർപ്പസ്, ഓർഗനൈസേഷൻ കറക്റ്റ് രീതിയിലാണോ പ്രവർത്തിക്കുന്നത്, അതിന്റെ ഡയറക്ഷൻ കറക്റ്റ് ആണോ എന്നൊക്കെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ അതൊരു മിഷൻ സ്റ്റേറ്റ്മെന്റ്. കാരണം നമുക്ക് ഈ വർഷം ഒരു മിഷൻ വേണം, നെക്സ്റ്റ് ഇയർ നമ്മൾ എങ്ങോട്ട് പോകും എന്ന് നമുക്കൊരു മിഷൻ വേണം. ആ മിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇപ്പോഴത്തെ ഡയറക്ഷൻ ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക്
പറയാൻ വേണ്ടി പറ്റുള്ളൂ. അടുത്തത് ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് ട്രാൻസ്ലേഷൻ ഓഫ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഗോൾസ് ഇൻ ടു എ വർക്ക് സ്ട്രക്ചർ. ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് കുറച്ചും കൂടെ ചെറുതാണ്, ചെറിയ ചെറിയ ടൈം ഫ്രെയിമിൽ വെച്ചേക്കുന്നതാണ്. ആ പറയുന്ന ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സിനെ ട്രാൻസ്ലേറ്റ് ചെയ്തെടുക്കാനായിട്ടും എന്ത് ഹെൽപ്പ് ചെയ്യും? മിഷൻ സ്റ്റേറ്റ്മെന്റ് ഹെൽപ്പ് ചെയ്യും. കാരണം ഈ പറയുന്ന ചെറിയ 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 ഗോൾ അൾട്ടിമേറ്റ്ലി മിഷനായി മാറും, പിന്നെ അത് അൾട്ടിമേറ്റ്ലി എന്തായി മാറും? വിഷനായി മാറും. It specifies the organizational purpose and translation of these purposes into goals. എന്താണ് purpose മനസ്സിലാക്കും, ഈ purpose അവർ എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? ഗോൾസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. Again, we had discussed this in the class, so it provides a unanimity. ഞാൻ പഠിപ്പിച്ച സമയത്ത് പറയുന്നു, ഓർക്കാൻ എളുപ്പമുള്ളതിന് കണക്റ്റിംഗ് പോയിന്റ്സ് ആദ്യം പഠിക്കാം. This you can study as point number 1, unanimity of purpose. എല്ലാവരും ഒരുപോലെ വർക്ക് ചെയ്യുന്നു, ഒരു ജനറൽ ടോൺ അതിനുവേണ്ടി ക്രിയേറ്റ് ചെയ്യണം. ഇത് രണ്ടും റിസോഴ്സസിനെ പറ്റി പറയുന്ന പോയിന്റാണ്. ഇത് ബേസിസ് ആൻഡ് സ്റ്റാൻഡേർഡ് ഫോർ ദ അലോക്കേറ്റിംഗ് ദ ഓർഗനൈസേഷൻ റിസോഴ്സ്. ഒരു ബേസിലെ സ്റ്റാൻഡേർഡ് ക്രിയേറ്റ് ചെയ്യും, എങ്ങനെ റിസോഴ്സിനെ നമുക്ക് അലോക്കേറ്റ് ചെയ്യാം, ഈ പറയുന്ന അലോക്കേറ്റ് ചെയ്ത റിസോഴ്സിനെ നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാമെന്നും നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റും മിഷൻ സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ. പിന്നെ ഒരു ഫോക്കൽ പോയിന്റ് ആണ് ഓർഗനൈസേഷന്റെ പർപ്പസ് ആൻഡ് ഡയറക്ഷൻ. സോ പർപ്പസ് ആൻഡ് ഡയറക്ഷൻ ആണ് ഫിഫ്ത് പോയിന്റ്. ബോത്ത് ദീസ് പോയിന്റ്സ് ഇസ് അബൌട്ട് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഗോൾസ്. Purpose and goals, objectives and goals. So ആദ്യത്തെ പോയിന്റ് is about unanimity, second point is about general tone. ഞാൻ കീ വേർഡ്സ് പറഞ്ഞ പിന്നെ നിങ്ങൾക്ക് ഓർത്തെടുക്കാനായിട്ട് എളുപ്പമാണ്. ബാക്കി രണ്ട് പോയിന്റ് is about organizational resources, then you can write about the focal point, then purpose and goals, അല്ലെങ്കിൽ objectives and goals. So objectives and goals നെ ബേസ് ചെയ്യുന്ന രണ്ട് പോയിന്റ് ഉണ്ട്. So try to recollect at least 5 or 6 points. 6 points recollect പഠിക്കുവാണെന്നുണ്ടെങ്കിൽ you will be able to recollect at least 5 points for the exam. So that was also a very easy question. Usually repeat ചെയ്തുകൊണ്ടിരുന്ന question തന്നെയാണ്. Okay? No, രണ്ട് ക്വസ്റ്റ്യൻ മാത്രമാണ് ചാപ്റ്റർ 1 നിന്ന് ചോദിച്ചിരിക്കുന്നത്. കോർപ്പറേറ്റ് ലെവലിനെ ബേസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, മിഷൻ സ്റ്റേറ്റ്മെന്റിനെ ബേസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് സെക്കൻഡ് ചാപ്റ്റർ ആണ്. Mr. Arun has built a successful business in the handmade ceramic product industry in Gujarat. His company Ceramic Craft is renowned for crafting distinctive high quality ceramic home decor items that have gained a strong foothold in the market. However, recent market shifts and rising competitions have impacted sales. Seeking professional guidance, Mr. Kumar consults a strategic advisor who recommends in-depth analysis of the competitive landscape. ഈ കഥ മൊത്തം പറഞ്ഞ എന്തിനാണെന്നറിയാം? കോമ്പറ്റേറ്റീവ് ലാൻഡ്സ്കേപ്പിനെ പറ്റി പറയാനായിട്ടാ. To comprehend the competitive landscape, what steps should Kumar follow? കോമ്പറ്റേറ്റീവ് ലാൻഡ്സ്കേപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇയാൾ പറഞ്ഞു ഇയാളൊരു സക്സസ്ഫുൾ ബിസിനസ് മാൻ ആണ്, അപ്പൊ ഇയാൾക്ക് കുറെ കോമ്പറ്റീറ്റേഴ്സും കാര്യങ്ങളും ഒക്കെ ഇപ്പൊ മാർക്കറ്റിലുണ്ട്, കോമ്പറ്റീഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ പറയുന്ന മറ്റേ കഥ വെച്ചിട്ട് നിങ്ങൾക്ക് വാട്ട് യു മീൻ ബൈ കോമ്പറ്റേറ്റീവ് ലാൻഡ്സ്കേപ്പ്, അല്ലെങ്കിൽ ഇയാൾക്ക് കോമ്പറ്റേറ്റീവ് ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അപ്ലൈ ചെയ്യോ എന്നൊക്കെയാണ് ചോദ്യം. കോമ്പറ്റേറ്റീവ് ലാൻഡ്സ്കേപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങളുടെ ഡയറക്റ്റ് കോമ്പറ്റീറ്ററിനെ മനസ്സിലാക്കുക, ഇൻഡയറക്റ്റ് കോമ്പറ്റീറ്ററിനെ മനസ്സിലാക്കുക. നോട്ട് ഓൺലി ഐഡന്റിഫൈങ്, യു ഓൾസോ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ഹൂ ഇസ് യുവർ ഡയറക്റ്റ് കോമ്പറ്റീറ്റർ ആസ് വെൽ ആസ് ഇൻഡയറക്റ്റ് കോമ്പറ്റീറ്റർ. അവരുടെ സ്ട്രെങ്ത് എന്താണെന്ന് മനസ്സിലാക്കുക, അവരുടെ വീക്ക്നെസ് എന്താണെന്ന് മനസ്സിലാക്കുക. എല്ലാ ഇൻഫർമേഷനും ഒരുമിച്ചിട്ടിട്ട് എന്താണോ നമ്മുടെ കമ്പനിക്ക് ഇല്ലാത്തത് ആ ഇൻഫറൻസസ് ഡ്രോ ചെയ്തിട്ട് ആ ഗ്യാപ്പ് ഫിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. So you will identify the competitor, you will understand the competitor, then you will determine the strength, you will determine the weakness, you will put all the information together, എന്നിട്ട് you will draw inferences, understand the gap, what we are not offering and what others are offering. അപ്പോൾ നമുക്ക് കോമ്പറ്റീറ്ററിനെക്കാളും ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റും. സോ സിമ്പിൾ ആയിട്ട് കോമ്പറ്റീറ്റർ ലാൻഡ്സ്കേപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കോമ്പറ്റീറ്റർ ആരാന്ന് മനസ്സിലാക്കുക, ഐഡന്റിഫൈങ് your direct as well as indirect competitors. So let us go to that answer in detail. Now, understanding the competitive landscape. നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ട് രീതിയിൽ ആൻസർ പ്രസന്റേഷൻ അതിനകത്ത് ഇടയ്ക്കിടയ്ക്ക് എഴുതി തന്നെ പോവാണ്. മിസ്റ്റർ അരുൺ കുമാർ ഈ കഥയാണ്, ഹാൻഡ് മെയ്ഡ് സെറാമിക് പ്രൊഡക്ട്സ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട് അയാൾക്ക്, വിച്ച് പ്രൊവൈഡ്സ് ഇൻസൈറ്റ് ഇൻ ടു ദർ വിഷൻ, മിഷൻ, കോർ വാല്യൂ, നിഷ് മാർക്കറ്റ് എക്സെട്ര. മിസ്റ്റർ കുമാർ താഴെ പറയുന്ന സ്റ്റെപ്സ് വേണം ഫോളോ ചെയ്യാനായിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഐഡന്റിഫൈങ് ദ കോമ്പറ്റീറ്റർ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അയാളുടെ കോമ്പറ്റീറ്റർ മറ്റേ ആരാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. ഹാൻഡ് മെയ്ഡ് സെറാമിക് പ്രൊഡക്ട്സിൽ അയാളുടെ കോമ്പറ്റീറ്റേഴ്സ് ആരാണെന്ന് മനസ്സിലാക്കുക. അതിനുവേണ്ടി ആക്ച്വൽ ഡേറ്റ കളക്ട് ചെയ്യണം. ഐഡന്റിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ച്വൽ ഡേറ്റ. ആക്ച്വൽ ഡേറ്റ എന്ന് പറഞ്ഞാൽ എന്തുമാത്രം മാർക്കറ്റ് ഷെയർ ഉണ്ട്, നമ്മുടെ കോമ്പറ്റീറ്ററിന് എന്തുമാത്രം മാർക്കറ്റ് ഷെയർ ഉണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് നമ്മുടെ അതായത് ഡയറക്റ്റ് കോമ്പറ്റീറ്റേഴ്സ് ആരാന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും.
അണ്ടർസ്റ്റാൻഡിങ് ദ കോമ്പറ്റീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കോമ്പറ്റീറ്ററിനോടൊന്നും ചോദിക്കാൻ പറ്റില്ലല്ലോ, നിങ്ങളെ പറ്റിയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് എനിക്ക് തരാമോ എന്ന് നമുക്ക് ചോദിക്കാൻ പറ്റില്ല. സോ ഇൻ ഓർഡർ ടു അണ്ടർസ്റ്റാൻഡ് യുവർ കോമ്പറ്റീറ്റർ നമ്മൾ കുറച്ച് ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്യണം. എന്തൊക്കെയാണ്? മാർക്കറ്റ് റിസർച്ച് റിപ്പോർട്ട്, ഇന്റർനെറ്റ്, ന്യൂസ് പേപ്പർ, സോഷ്യൽ മീഡിയ, വേരിയസ് അതർ റിപ്പോർട്ട്സ് ഇൻ ഓർഡർ ടു അണ്ടർസ്റ്റാൻഡ് ദ പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ് ഓഫേർഡ് ബൈ ദ കോമ്പറ്റീറ്റർ. നമ്മുടെ കോമ്പറ്റീറ്ററിനെ മനസ്സിലാക്കാൻ വേണ്ടി പല 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 സോഴ്സസ് എടുക്കുക, സോ ദാറ്റ് യു വിൽ അണ്ടർസ്റ്റാൻഡ് യുവർ കോമ്പറ്റീറ്റർ. നോ, ഇനി കോമ്പറ്റീറ്ററിന്റെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് മനസ്സിലാക്കുക. സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് എങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും? എന്ത് സുപ്പീരിയർ ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് അവർ ഓഫർ ചെയ്യുന്നത്, കൺസ്യൂമേഴ്സ് എന്തിനാണ് അവരെ പ്രിഫർ ചെയ്യുന്നത്, നമ്മുടെ പ്രോഡക്റ്റ് മേടിക്കാതെ എന്തിനാണ് കൺസ്യൂമേഴ്സ് അവരുടെ പ്രോഡക്റ്റ് മേടിക്കുന്നത്, എന്ത് ക്വാളിറ്റി പ്രോഡക്ട്സ് ആണ് അവർ ഓഫർ ചെയ്യുന്നത്. ഇങ്ങനെ സ്ട്രെങ്ത് മനസ്സിലാക്കുന്നതോടുകൂടി അവരെക്കാളും ബെറ്റർ ആയിട്ട് നമുക്ക് ഫോക്കസ് ചെയ്തിട്ട് പ്രോഡക്റ്റ് ഇറക്കാൻ വേണ്ടി പറ്റും. വീക്ക്നെസ് നമുക്ക് പൊതുവെ എങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്? നമ്മൾ ഗൂഗിൾ റിവ്യൂ ഒക്കെ ഇടുന്നത് പോലെ നമുക്ക് കൺസ്യൂമർ റിപ്പോർട്ട്സ് വായിച്ചു നോക്കാം. റിവ്യൂസുമായി നമ്മൾ പറയില്ല അവരുടെ കസ്റ്റമർ സർവീസ് തീരെ പോരാ, അവരുടെ പ്രോഡക്ട്സിന് ക്വാളിറ്റി തീരെ പോരാ എന്നൊക്കെ നമ്മൾ പറയൂലേ. സോ ആ വഴിയാണ് ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന്റെ അല്ലെങ്കിൽ നമ്മുടെ കോമ്പറ്റീറ്ററിനെ എന്ത് മനസ്സിലാക്കാൻ പറ്റുക? വീക്ക്നെസ്. Weakness of the competitors can be identified by customer feedback, consumer report, reviews, etc. അപ്പം ഈ പറഞ്ഞ രീതിയിൽ നമ്മുടെ വീക്ക്നെസ് കൂടെ മനസ്സിലാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അവരുടെ വീക്ക്നെസ്സിനെ നമ്മുടെ സ്ട്രെങ്ത് ആക്കി കഴിഞ്ഞാൽ we can perform better than the competitor. Putting all the information together എന്ന് പറഞ്ഞാൽ ഐഡന്റിഫൈ ചെയ്ത് കോമ്പറ്റീറ്ററിനെ, you understood the competitor, you determine the strength, you also determine the weakness. ഈ പറഞ്ഞ എല്ലാ ഇൻഫർമേഷനെയും ഒരുമിച്ചിടുക. ആൻഡ് നമ്മൾ പറയത്തില്ലേ, ഇത് വെച്ച് നമ്മളൊരു കൺക്ലൂഷൻ കൊണ്ടുവരണം. അവരെന്ത് ഓഫർ ചെയ്യുന്നു, നമ്മൾ എന്ത് ഓഫർ ചെയ്യുന്നില്ല, ഒരു കൺക്ലൂഷൻ കൊണ്ടുവരാം. സോ put all the information together to identify the gap അല്ലെങ്കിൽ ഇൻഫറൻസസ്. എന്താണോ നമ്മുടെ കമ്പനി ഓഫർ ചെയ്യാത്തത്, എന്താണോ അവർ ഓഫർ ചെയ്യുന്നത്, അതിനനുസരിച്ച് ഗ്യാപ്പ് മനസ്സിലാക്കാം, എന്നിട്ട് നമ്മളത് ഫില്ല് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. This is what you call competitive landscape. So identify, understand the competitor. These are the steps. Competitive landscape ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ these are the steps. ഞാൻ ക്ലാസ്സിൽ എക്സാമ്പിൾ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഹുണ്ടൈ ഇന്ത്യൻ മാർക്കറ്റിലോട്ട് ഇറങ്ങുന്ന സമയത്ത് they had studied about their direct indirect. മാരുതി സുസുക്കി വാസ് മിഡിൽ ക്ലാസ് വണ്ടികൾ വിറ്റുകൊണ്ടിരുന്ന ഡയറക്റ്റ് കോമ്പറ്റീറ്റേഴ്സ് ആയിരുന്നു. they had indirect competitors as well. മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, ഫോർഡ്, ഹോണ്ട, ഇതൊക്കെ അവർ ഇൻഡയറക്റ്റ് കോമ്പറ്റീറ്റേഴ്സ് ആയിരുന്നു. ആ ഇൻഡയറക്റ്റ് കോമ്പറ്റീറ്റേഴ്സിനെയും അവർ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചതുകൊണ്ടാണ് ഹുണ്ടൈ ഇന്ത്യൻ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ സക്സസ്ഫുൾ ആയത്. ഐ ഹാഡ് ടോൾഡ് ദിസ് എക്സാമ്പിൾ ഇൻ ദ ക്ലാസ്. ഓക്കെ, ഇത് നമ്മുടെ മൈക്കിൾ പോർട്ടർ സ്ട്രാറ്റജിസ്റ്റ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സംഭവമാണ്. മൈക്കിൾ പോർട്ടേഴ്സ് 5 Force മോഡൽ ഓർമ്മയുണ്ടോ? ബാർഗെയിനിങ് പവർ ഓഫ് ദ ബയർ, ബാർഗെയിനിങ് പവർ ഓഫ് സപ്ലയർ, threat of new entrants, nature of rivalry in the industry, threat of substitute. 5 ഫോഴ്സസ് ആണ് മൈക്കിൾ പോർട്ടേഴ്സ് 5 Force മോഡൽ. കുറെ തവണ നമ്മൾ പറഞ്ഞ കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത ഇവരിവിടെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ടേക്കുന്നത്. പക്ഷെ ഞാൻ പറയും പ്ലീസ് സോൾവ് ദ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഓഫ് മൈക്കിൾ പോർട്ടർ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരെണ്ണം എടുത്ത് ചോദിക്കും. ത്രെറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട് മാത്രം, അല്ലെങ്കിൽ ബാർഗെയിനിങ് പവർ ഓഫ് ദ ബയർ മാത്രം, ബാർഗെയിനിങ് പവർ ഓഫ് ദ സപ്ലയർ മാത്രം, അങ്ങനെ ഏതെങ്കിലുമൊക്കെ അവർ എടുത്ത് മാത്രം ചോദിക്കും. സോ ലെറ്റ് us go to that Michael Porter's 5 Force model. Michael Porter's 5 Force model നമ്മുടെ കോമ്പറ്റേറ്റീവ് പ്രഷേഴ്സ്, ഒരു ഓർഗനൈസേഷൻ ഇൻഡസ്ട്രിയിൽ നിൽക്കുമ്പോൾ അവർ എന്തൊക്കെ പ്രഷേഴ്സ് ഫേസ് ചെയ്തേക്കാം, എന്തൊക്കെ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള പ്രഷേഴ്സ് ഫേസ് ചെയ്തേക്കാം, അത് നമ്മൾ പഠിക്കുന്ന ത്രെറ്റ് ഓഫ് ന്യൂ എൻട്രൻസ്. നമ്മുടെ എൻട്രൻസ് എത്രയും വലുതാണോ അത്രയും ത്രെറ്റ് ആണ് നമുക്കുള്ളത്. ന്യൂ എൻട്രൻസ് ബ്രിങ് ആഡഡ് കപ്പാസിറ്റി, നമുക്കില്ലാത്ത കപ്പാസിറ്റി നമ്മുടെ പുതിയ ആൾക്കാർ കൊണ്ടുവരും. അതായത് നമ്മുടെ എക്സാമ്പിൾ ഞാൻ പറയാം, ടെലികോം ഇൻഡസ്ട്രിയിൽ വോഡഫോൺ, ഐഡിയ, BSNL, എയർടെൽ ഒക്കെ നിൽക്കുന്ന സമയത്താണ് ജിയോ വരുന്നത്. അവർക്ക് പുതിയ കപ്പാസിറ്റി ഉണ്ടായിരുന്നു, പുതിയ പ്രോഡക്റ്റ് ചേഞ്ച് ഉണ്ടായിരുന്നു, റേഞ്ച് ഉണ്ടായിരുന്നു. ഇന്റൻസിഫൈങ് കോമ്പറ്റീഷൻ ആൻഡ് ഇംപാക്ടിങ് പ്രാക്ടീസസ്. അത് ഇംപാക്ടിങ് പ്രാക്ടീസസ് ആസ് ഇൻ അവർ ജിയോ ഇന്ത്യൻ മാർക്കറ്റിലോട്ട് ഇറങ്ങുന്ന സമയത്ത്, ടെലികമ്മ്യൂണിക്കേഷൻ ഇൻഡസ്ട്രിയിലോട്ട് ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, എല്ലാം ഫ്രീ ആയിട്ടാണ് കൊടുത്തത്. ആ സമയത്ത് ബാക്കിയുള്ള ടെലികോം ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ആൾക്കാർ ഹയർ പ്രൈസിൽ കൊടുക്കുമ്പോൾ ഇവർ പ്രൈസ് കുറച്ചല്ല ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. സോ അവരുടെ കപ്പാസിറ്റി, അവർ ഓഫർ ചെയ്യുന്ന കാര്യങ്ങൾ വിൽ ബി വെരി ഡിഫറെന്റ് ഫ്രം ദ എക്സിസ്റ്റിംഗ് പ്ലേയേഴ്സ്. The size of the new entrants magnifies their competitive influence. Simple ആയിട്ട് പറഞ്ഞാൽ നമ്മൾ സിമ്പിൾ ആയിട്ട് പഠിച്ചിട്ടുണ്ട് നോട്ടിനകത്ത്. The bigger the new entrant, the more severe will be the competition. എത്ര വലുതാണോ നമ്മുടെ എൻട്രന്റ് അത്രയും വലിയ കോമ്പറ്റീഷൻ ആയിരിക്കും നമ്മുടെ. The constraint on price, അവർ പ്രൈസ് ലിമിറ്റ് ചെയ്തേക്കാം. ഞാനിപ്പോൾ ജിയോയുടെ എക്സാമ്പിൾ പറഞ്ഞില്ലേ, ആൻഡ് എഫക്റ്റിംഗ് ദ എക്സിസ്റ്റിംഗ് പ്ലേയേഴ്സ് പ്രോഫിറ്റബിലിറ്റി. പ്രൈസ് കുറച്ച് കൊടുക്കുമ്പോൾ അല്ലെ ഫ്രീ ആയിട്ട് കൊടുക്കുമ്പോൾ അത് ആരുടെ പ്രോഫിറ്റബിലിറ്റിയെ ബാധിച്ചേക്കാം? എക്സിസ്റ്റിംഗ് പ്ലേയേഴ്സിന്റെ പ്രോഫിറ്റബിലിറ്റിയെ ബാധിച്ചേക്കാം. അടുത്തത് ബാർഗെയിനിങ് പവർ ഓഫ് ദ ബയർ. ബയേഴ്സിന് ബാർഗെയിനിങ് പവർ ഉണ്ടെന്ന് പറയുന്നത് എപ്പോഴൊക്കെയാണ്? അവർക്ക് പ്രൈസിന് മുകളിൽ ഇമ്പാക്ട് കൊണ്ടുവരാം, ഡിമാൻഡിനെ ഇൻഡയറക്ട്ലി ബാധിക്കാൻ വേണ്ടി പറ്റും,
കോസ്റ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റിനെ ബാധിച്ചെടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതായത് ബാർഗൈനിങ് പവർ ഓഫ് ദ ബയർ എന്ന് പറഞ്ഞാൽ ബയർ എന്ന് പറഞ്ഞാൽ കസ്റ്റമറിന് അറിയാം എന്ത് എവിടെ കിട്ടും. സോ താൻ എനിക്ക് പ്രൈസ് തന്നില്ല, ഞാൻ വേറെ എവിടെയെങ്കിലും പോയി മേടിച്ചോളാം. അങ്ങനെ അവർക്ക് പ്രൈസ് നമ്മൾ ഒരു ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത് കമ്പനിയുടെ പ്രോഡക്റ്റിനെ ബാധിക്കുവാണ്, അവരുടെ കോസ്റ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റിനെ ഒക്കെ ബാധിക്കുവാണെന്നുണ്ടെങ്കിൽ ആർക്ക് ബാർഗൈനിങ് പവർ ഉണ്ടെന്ന് പറയാം? ബയേഴ്സിന് ബാർഗൈനിങ് പവർ ഉണ്ടെന്ന് പറയാം. ബാർഗൈനിങ് പവർ ഓഫ് ദ സപ്ലയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്ലയർ മോണോപ്പൊളി. സപ്ലയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോ മെറ്റീരിയൽ ഇൻപുട്സ് ഒക്കെ ഓർഗനൈസേഷന് പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി സപ്ലൈ ചെയ്യുന്ന ആൾക്കാർ. അത് വളരെ കുറച്ചേ ഉള്ളൂ, അല്ലെങ്കിൽ മോണോപ്പൊളിയാണ് എങ്കിൽ അവർ പറയുന്ന വിലയ്ക്ക് നമ്മൾ സാധനം മേടിക്കേണ്ടി വരും. സോ ആർക്ക് ബാർഗൈനിങ് പവർ ഉണ്ടെന്ന് പറയാം? സപ്ലയേഴ്സിന് ബാർഗൈനിങ് പവർ ഉണ്ടെന്ന് പറയാം. അതാണ് സപ്ലയേഴ്സ് ഓഫർ എക്സേർട്ട് സിഗ്നിഫിക്കന്റ് ബാർഗൈനിങ് പവർ എസ്പെഷ്യലി വെൻ ദേ ആർ ലിമിറ്റഡ് ഇൻ നമ്പർ. ഒന്നെങ്കിൽ കുറവായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ മോണോപ്പൊളി ആയിരിക്കും. സപ്ലയേഴ്സ് ബാർഗൈനിങ് പവർ, സപ്ലൈന് ബാർഗൈനിങ് പവർ ഉള്ളപ്പോൾ അത് റോ മെറ്റീരിയൽ കോസ്റ്റിനെ ബാധിച്ചേക്കാം, ഇൻഡസ്ട്രിയുടെ അട്രാക്റ്റീവ്നെസ് ആൻഡ് പ്രോഫിറ്റബിലിറ്റിയെ ബാധിച്ചേക്കാം. സോ സപ്ലയേഴ്സിന് ബാർഗൈനിങ് പവർ ഉള്ളപ്പം അത് പല പല കാര്യങ്ങളെ ഇൻഡയറക്ട്ലി ആൻഡ് ഡയറക്ട്ലി ബാധിച്ചേക്കാം. റൈവലറി എമംഗ് കറന്റ് പ്ലേയേഴ്സ് എന്ന് പറഞ്ഞാൽ നേച്ചർ ഓഫ് റൈവലറി ഇൻ ദ ഇൻഡസ്ട്രി. എന്തുമാത്രം കോമ്പറ്റേറ്റീവ് ഇൻഡസ്ട്രിയിലാണ് നമ്മൾ നിൽക്കുന്നത്, തീരെ കോമ്പറ്റീഷൻ ഇല്ലേ, അല്ലെങ്കിൽ ഒത്തിരി കോമ്പറ്റീഷൻ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ പ്രോഫിറ്റബിലിറ്റിയെ ബാധിക്കൂലേ? അതാണ് റൈവലറി എമംഗ് കറന്റ് പ്ലേയേഴ്സ്. Existing players engage in the competition, influencing the strategic decision across various levels. This rivalry is evident in pricing, advertising, cost pressure, product strategy, etc. So പൊതുവെ ആൾക്കാർ, അതായത് എക്സിസ്റ്റിംഗ് പ്ലേയേഴ്സ് തമ്മിൽ വഴക്കുണ്ടാക്കുമ്പോൾ അത് എന്തിനൊക്കെയാണ് ബാധിക്കുന്നത്? പ്രൈസിങ്, അഡ്വർടൈസ്മെന്റ്, കോസ്റ്റ് പ്രഷേഴ്സ്, ഇങ്ങനെ കുറേ കാര്യങ്ങളെ ബാധിച്ചിട്ടായിരിക്കും ഈ പറയുന്ന എക്സിസ്റ്റിംഗ് പ്ലേയേഴ്സ് മുന്നോട്ട് പോവുക. The last one, threat from the substitute. Substitute എന്താണെന്നറിയോ? ഇത് കിട്ടിയില്ലെങ്കിൽ മറ്റേത് ഉപയോഗിക്കാം. സോ സബ്സ്റ്റിറ്റ്യൂട്ട്സ് കുറേ ഉണ്ട്. ഇപ്പൊ ഞാൻ മേടിക്കുന്ന ഒരു സാധനം 10 രൂപയ്ക്കാണ്, ഇതേ സാധനം 6 രൂപയ്ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ഇതേ ക്വാളിറ്റിയിൽ എനിക്ക് തരാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ സിമിലർ ക്വാളിറ്റിയിൽ എനിക്ക് തരാൻ പറ്റുന്നുണ്ടെങ്കിൽ ഐ വിൽ ഗോ പർച്ചേസ് അറ്റ് 6 rupees thing only. സോ മറ്റേ സബ്സ്റ്റിറ്റ്യൂട്ടിന്റെ ത്രെറ്റ്, ചുമ്മാ സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സബ്സ്റ്റിറ്റ്യൂട്ട്സിന് ത്രെറ്റ് ഉണ്ടെന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടണം? പ്രൈസ് അഡ്വാൻറ്റേജ് കിട്ടണം, അല്ലെങ്കിൽ പെർഫോമൻസ് ബെറ്റർ ആയിരിക്കണം. എനിക്ക് 6 രൂപയ്ക്ക് സാധനം കിട്ടും, പക്ഷെ 10 രൂപയുടെ ക്വാളിറ്റിയോ പെർഫോമൻസോ എനിക്ക് കിട്ടുന്നില്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ടും ത്രെറ്റ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. സബ്സ്റ്റിറ്റ്യൂട്ട് അല്ല ത്രെറ്റ്. സബ്സ്റ്റിറ്റ്യൂട്ട് ഒന്നെങ്കിൽ പ്രൈസ് അഡ്വാൻറ്റേജോ അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് പെർഫോമൻസ് ഇംപ്രൂവ്മെന്റോ തരാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി, നമ്മൾ എന്ന് പറഞ്ഞാൽ കസ്റ്റമേഴ്സ് ഓട്ടോമാറ്റിക്കലി ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും ഈ പറയുന്ന സബ്സ്റ്റിറ്റ്യൂട്ട്സിലോട്ട്. അപ്പൊ എന്തുണ്ടെന്ന് പറയും? ത്രെറ്റ് ഫ്രം ദ സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ടെന്ന് പറയും. കണ്ടില്ലേ? സോ പുതിയ എൻട്രന്റെ പ്രോഡക്റ്റ് കപ്പാസിറ്റി, അവരുടെ പ്രോഡക്റ്റ് റേഞ്ച്, ഇതൊക്കെ എക്സിസ്റ്റിംഗ് പ്ലേയേഴ്സിന്റെ പ്രോഫിറ്റബിലിറ്റിയെ ബാധിച്ചേക്കാം. എത്ര വലുതാണോ നിങ്ങളുടെ എൻട്രൻസ് അത്രയും സിവിയർ ആയിരിക്കും നമ്മുടെ കോമ്പറ്റീഷൻ. ബാർഗൈനിങ് പവർ ഓഫ് ദ ബയർ എന്ന് പറഞ്ഞാൽ ബയർ ബിഗ് പ്ലേയേഴ്സ് ആണ്. അവർ ഓൾറെഡി ഇൻഡസ്ട്രി പ്രൊഡക്ട്സിനെ പറ്റി അവർക്ക് ഒരു ഐഡിയ ഉണ്ട്, അവർക്ക് അറിയാം ഓരോരുത്തരുടെ പ്രൈസ് എന്താ, കാര്യങ്ങൾ എന്താ. സോ ആർക്ക് ബാർഗൈനിങ് പവർ ഉണ്ടെന്ന് പറയാം? ബയേഴ്സിന് ബാർഗൈനിങ് പവർ ഉണ്ടെന്ന് പറയാം. സപ്ലയർ എന്ന് പറഞ്ഞാൽ റോ മെറ്റീരിയൽ ഇൻപുട്സ് ഒക്കെ കമ്പനിക്ക് സപ്ലൈ ചെയ്യുന്ന ആള്, അവർ ഭയങ്കര ലിമിറ്റഡ് നമ്പറിലാണ്, മോണോപ്പൊളി ആണെന്നുണ്ടെങ്കിൽ അവർ പറയുന്ന പ്രൈസിൽ തന്നെ ഓർഗനൈസേഷൻസ് ഈ പറഞ്ഞ റോ മെറ്റീരിയൽ ഇൻപുട്സ് ഒക്കെ അക്വയർ ചെയ്യണം. സോ ആർക്ക് ബാർഗൈനിങ് പവർ ഉണ്ട്? സപ്ലൈന് ബാർഗൈനിങ് പവർ ഉണ്ട്. ത്രെറ്റ് ഫ്രം ദ സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ടെന്ന് പറയുന്നതല്ല ബാർഗൈനിങ് പവർ. അവർക്കൊരു പ്രൈസ് അഡ്വാൻറ്റേജോ പെർഫോമൻസ് ഇംപ്രൂവ്മെന്റോ തരാൻ പറ്റിയാൽ ആർക്ക് ബാർഗൈനിങ് പവർ ഉണ്ട്? സബ്സ്റ്റിറ്റ്യൂട്ട്സിന് ബാർഗൈനിങ് പവർ ഉണ്ട്. ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ, ക്ലാരിറ്റി ഉണ്ടെങ്കിൽ ആ ഡൗട്ട് നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യാം. ഡൗട്ട് കുറച്ച് പെർട്ടിക്കുലർ ആയിട്ട് ചോദിക്കണം കേട്ടോ. ഓക്കെ അല്ലേ? Going for the next chapter, chapter 3. ABC Corporation, a leading manufacturer of consumer electronics, is considering launching a new product line of smart home devices. As a strategic manager, conduct a SWOT analysis. നമ്മുടെ പിള്ളേർക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു സാധനമാണ് ക്ലാസ് സോൾവ് ചെയ്യുന്നത്. SWOT analysis. ഞാൻ കുറെ ക്വസ്റ്റൻസ് ഒക്കെ ക്ലാസ് സോൾവ് ചെയ്ത കേട്ടോ. For ABC Corporation to assess the feasibility and potential success of this new venture. പുതിയതായിട്ട് വരുന്ന വെഞ്ചറിന്റെ SWOT ചെയ്യാനായിട്ടാണ് പറയുന്നത്. അവരൊരു ലീഡിംഗ് മാനുഫാക്ചർ ഓഫ് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ആണ്. അവർക്ക് പുതിയ ലൈൻ ഓഫ് സ്മാർട്ട് ഹോം ഡിവൈസസ് ആണ് വരുന്നത്. സ്മാർട്ട് ഹോം ഡിവൈസസ്, നമ്മുടെ അലക്സ ഒക്കെ പോലെ സ്മാർട്ട് ഹോം ഡിവൈസസ് വരുന്നു. അപ്പൊ സ്മാർട്ട് ഹോം ഡിവൈസസ് ഫേസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ സ്ട്രെങ്ത് എന്തായിരിക്കും, വീക്ക്നെസ് എന്തായിരിക്കും, ഓപ്പർച്യൂണിറ്റി എന്തായിരിക്കും, ത്രെറ്റ് എന്തായിരിക്കും എന്ന് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. സോ ഇത് ഞാൻ ക്ലാസ്സിൽ പറയാറുണ്ട്, എല്ലാവരുടെയും ആൻസർ സെയിം ആയിരിക്കും, ഒരിക്കലും ഇല്ല, ഓരോരുത്തരുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് വരിക. സോ സ്വോട്ട് ചെയ്യുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് 2 സ്ട്രെങ്ത്, 2 വീക്ക്നെസ്, 2 ഓപ്പർച്യൂണിറ്റി, 2 ത്രെറ്റ് വെച്ച് എഴുതുന്നതായിരിക്കും എപ്പോഴും നല്ലത്. സോ നോക്കാം, അവര് മറ്റേ സ്മാർട്ട് ഹോം ഡിവൈസസിലോട്ടല്ലേ പോകുന്നത്. സോ എന്തൊക്കെയായിരിക്കും ഒരു സ്മാർട്ട്, അവർ ഓൾറെഡി
they are into കൺസ്യൂമർ ഇലക്ട്രോണിക്സ്. ഓൾറെഡി കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ഫീൽഡിൽ നിന്ന് ലീഡിംഗ് ആയിട്ടുള്ള ആൾക്കാർ, എന്നാൽ അവർ ഇങ്ങനത്തെ ഒരു ബ്രാൻഡ് ഉണ്ടെന്ന് ആൾക്കാർക്ക് അറിയാം, അവരാണ് സ്മാർട്ട് ഹോം ഡിവൈസസിലോട്ട് പോകുന്നത്. സോ ആ കണ്ടെക്സ്റ്റിൽ വേണം നിങ്ങൾ വോട്ട് ചെയ്യാൻ. ഓൾറെഡി കൺസ്യൂമർ ഇലക്ട്രോണിക്സ് വിറ്റുകൊണ്ടിരിക്കുന്നു, അവർ ഇങ്ങനത്തെ ഒരു കമ്പനി ഉണ്ടെന്ന് കൺസ്യൂമേഴ്സിന് അറിയാം. അതേ കമ്പനി സ്മാർട്ട് ഹോം ഡിവൈസസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലോട്ട് പോവുകയാണെങ്കിൽ എന്തായിരിക്കും അവരുടെ സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റി ആൻഡ് ത്രെറ്റ്? ബ്രാൻഡ് റെപ്യൂട്ടേഷൻ വലിയൊരു സ്ട്രെങ്ത് അല്ലേ? സ്ട്രോങ് ബ്രാൻഡ് റെപ്യൂട്ടേഷൻ. ആൾക്കാരുടെ ഇടയ്ക്ക് ഓൾറെഡി ഇലക്ട്രോണിക്സിനെ പറ്റി നല്ല ഐഡിയ ഉണ്ട്. അപ്പൊ അവരുടെ പ്രോഡക്റ്റ്, അവർ പുതിയൊരു പ്രോഡക്റ്റ് ഇറക്കിയാലും ഭയങ്കരമായിട്ടുള്ള അഡ്വർടൈസ്മെന്റ് ആവശ്യമൊന്നുമില്ല. ആൾക്കാർക്ക് അറിയാം ഈ പറയുന്ന കമ്പനിയുടെ ബ്രാൻഡ് നെയിം എന്താണ്, ബ്രാൻഡ് റെപ്യൂട്ടേഷൻ എന്താണെന്ന് കാര്യമായിട്ട് അറിയാം. സോ ബ്രാൻഡ് റെപ്യൂട്ടേഷൻ, നല്ല ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക്, ഓൾറെഡി അവരുടെ പ്രോഡക്ട്സ് വിറ്റ് കൊടുക്കുന്ന ആൾക്കാരുണ്ടാവും. സോ നല്ല ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ഇവർക്ക് ഓൾറെഡി ഉണ്ട്. ടെക്നോളജിക്കൽ എക്സ്പെർട്ടൈസ് ഉണ്ട്, കാരണം ഇവർ ഇലക്ട്രോണിക്സ് തന്നെയല്ലേ വിറ്റുകൊണ്ടിരിക്കുന്നത്. ഫിനാൻഷ്യൽ റിസോഴ്സസും ഉണ്ടാവും അവർക്ക്, മറ്റേ പുതിയ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യാൻ, മാർക്കറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര എളുപ്പമായിരിക്കും. വീക്ക്നെസ് പറഞ്ഞാലും സ്ട്രെങ്തും ഇന്റേണൽ ആണ്, വീക്ക്നെസ്സും ഇന്റേണൽ. എന്തൊക്കെയാണ് വീക്ക്നെസ്? അവർക്ക് ബാക്കിയെല്ലാം ചെയ്ത് പരിചയം ഉണ്ടെങ്കിലും ഈ സ്മാർട്ട് ഹോം ഡിവൈസസ് ചെയ്ത് പരിചയമില്ല. സോ അത് അവരുടെ ഒരു വീക്ക്നെസ് തന്നെയാണ്, ലിമിറ്റഡ് എക്സ്പീരിയൻസ് ആണ്. അവർക്ക് അഡീഷണൽ ഇൻവെസ്റ്റ്മെന്റ് വന്നേക്കാം. സാധാരണ കൺസ്യൂമർ ഇലക്ട്രോണിക്സ് പോലെ അല്ലല്ലോ ഒരു സ്മാർട്ട് ഹോം ഡിവൈസ് പറയുന്നത്. കുറച്ചും കൂടെ പൈസ എന്തിനിടേണ്ട വന്നേക്കാം? R&D, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഇടേണ്ട വന്നേക്കാം. അതുപോലെ പുതിയ പ്രോഡക്റ്റ് ലൈനിനെയും എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഓഫറിനെയും എങ്ങനെ അവർക്ക് കണക്ട് ചെയ്യാൻ പറ്റണം. അത് കണക്ട് ചെയ്യാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ ഒരു രീതിയിൽ അവർക്ക് അതൊരു സ്ട്രെങ്ത് ആണ് നമുക്ക് പറയാൻ പറ്റില്ല. ഓൾറെഡി അവർ കൺസ്യൂമർ ഇലക്ട്രോണിക്സ് വിറ്റുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. സോ അവർ സ്മാർട്ട് ഹോമിലോട്ട് ഇറങ്ങുമ്പോൾ അതും ഈ പറയുന്ന ഓൾറെഡി ഉള്ള പ്രോഡക്റ്റ് നെയിം എങ്ങനെ അവർക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും നോക്കണം. അത് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അത് അവർക്കൊരു വീക്ക്നെസ് തന്നെയാണ്, പൊട്ടൻഷ്യൽ ചാലഞ്ചസ്. ഇതുപോലെ കസ്റ്റമർ ബേസ് തീരില്ല. ഓൾറെഡി ഒരു കോമ്പറ്റീറ്റർ ഭയങ്കര കിടിലമായിട്ട് ഉണ്ട്. ഇപ്പൊ വി നോ അബൌട്ട് അലക്സ, വി നോ അബൌട്ട് ദ ഗൂഗിളിന്റെ സ്മാർട്ട് ഹോം ഡിവൈസസ്. പെട്ടെന്ന് ഒരു കമ്പനി വന്നിട്ട് വീണ്ടും ഒരു സ്മാർട്ട് ഹോം ഡിവൈസ് വന്നാൽ ഓൾറെഡി അലക്സ ആൻഡ് ഗൂഗിൾ ആൻഡ് ഓൾ ഹാവ് ക്രിയേറ്റഡ് ദാറ്റ് ഇമേജ് ആൻഡ് കെയർ. അപ്പൊ പുതിയ ഇതിലോട്ട് ഇറങ്ങാൻ ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവാം. സോ അവർക്കൊരു വീക്ക്നെസ്സും ആണ്, ഒരു സ്ട്രെങ്തും ആണ്. ഓപ്പർച്യൂണിറ്റി, വീക്ക്നെസ്സും ഇന്റേണൽ, ഓപ്പർച്യൂണിറ്റി. ഗ്രോയിങ് മാർക്കറ്റ് ആണ്. ഇപ്പൊ ആൾക്കാർക്ക് മറ്റേ സ്മാർട്ട് ഹോം ഡിവൈസസ് എല്ലാം മറ്റേ നമ്മുടെ ഇലക്ട്രോണിക് ലൈൻ എല്ലാം മറ്റേ ഒരു ഫിംഗർ ടിപ്പ് മറ്റേ ഫോണിലെല്ലാം ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ പീപ്പിൾ വിൽ ബി മോർ ദൻ ഹാപ്പി. സോ ദാറ്റ്സ് ആക്ച്വലി ആൻ ഓപ്പർച്യൂണിറ്റി, ഗ്രോയിങ് മാർക്കറ്റ് ഫോർ സ്മാർട്ട് ഹോം ഡിവൈസസ്. പിന്നെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സ്മാർട്ട് ഹോം പ്ലാറ്റ്ഫോം പ്രൊവൈഡേഴ്സുമായിട്ട് അവർക്ക് ടൈപ്പ് ചെയ്യാം. ഓൾറെഡി ഈ കമ്പനിക്ക് എക്സിസ്റ്റിംഗ് ബ്രാൻഡ് നെയിം ഉണ്ടാകാം. ഇവർ ആദ്യമായിട്ടായിരിക്കും ഈ ഹോം ഡിവൈസസ് ഇറക്കുക. അപ്പോൾ ഓൾറെഡി ഉള്ള ആൾക്കാരായിട്ട് അവർക്ക് പാർട്ട്ണർഷിപ്പ് അല്ലെങ്കിൽ സ്ട്രാറ്റജിക് അലയൻസ് ഒക്കെ ചെയ്ത് അവർക്കൊരു ആൾക്കാരുടെ ഇടയ്ക്ക് ഒരു വിശ്വസ്തത ക്രിയേറ്റ് ചെയ്തെടുക്കാം. അതുപോലെ മറ്റേ ഓൾറെഡി മറ്റേ ബ്രാൻഡ് നെയിം ഉണ്ടല്ലോ, സോ അത് ഉപയോഗിച്ച് എങ്ങനെയും അത് ലിവറേജ് ചെയ്ത് അവർ എടുത്തേച്ചാൽ മതി. പിന്നെ ഇന്നോവേറ്റീവ് ഫീച്ചേഴ്സ് ആൻഡ് ഡിസൈൻസ് ഒക്കെ ഉപയോഗിച്ചിട്ട് അവർക്ക് കോമ്പറ്റീറ്ററിന്റെ പ്രോഡക്റ്റും അവരുടെ പ്രോഡക്റ്റും എന്ത് ചെയ്തെടുക്കാം? ഡിഫറൻഷിയേറ്റ് ചെയ്തെടുക്കാം. ത്രെറ്റ് ആണ് അടുത്തത്. ഭയങ്കര കോമ്പറ്റീഷൻ ഉണ്ടാവും. എക്സിസ്റ്റിംഗ് പ്ലേയേഴ്സ് ഓൾറെഡി അതിൽ ഭയങ്കര കിടിലമായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അത് അവർക്ക് ഭയങ്കര ത്രെറ്റ് തന്നെയാണ്. മറ്റേ ടെക്നോളജിക്കൽ ചേഞ്ച് പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ അതും അവർക്ക് ഭയങ്കര പ്രശ്നമാണ്. സൈബർ സെക്യൂരിറ്റി ത്രെറ്റ് ഉണ്ട്. ആൾക്കാരെ ഹാക്ക് ചെയ്യുക, വൈറസ് ബാധിക്കുക, അതൊക്കെ ഒരു സൈബർ സെക്യൂരിറ്റി ത്രെറ്റ് അവർക്ക് ഭയങ്കര കൂടുതലാണ്. പിന്നെ ഒത്തിരി മറ്റേ എക്കണോമിക് ഫാക്ടേഴ്സ് ഉണ്ട്. കൺസ്യൂമറിന്റെ സ്പെൻഡിങ് ഹാബിറ്റ്സ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഡിസ്ക്രിഷണറി ഐറ്റത്തിന് മുകളിൽ അവർ എന്തുമാത്രം സ്പെൻഡ് ചെയ്തേക്കാം, അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എങ്ങനെയാണ്, അവർക്ക് എത്ര പൈസ മറ്റേ ഡ്രോ ചെയ്യാൻ പറ്റും. സോ മിനിമം ഇത്രയും സാലറി ഉള്ള ആൾക്കാർക്കല്ലേ അത് അഫോർഡ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, ചുമ്മാ മേടിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ, ഫ്രീ അല്ലല്ലോ. സോ അങ്ങനെ കുറെ ഫാക്ടേഴ്സ് ആണ് ഇതിന്റെ ത്രെറ്റ് ആയിട്ട് വരുന്നത്. സോ ദിസ് വിൽ കീപ് ഓൺ ചേഞ്ചിങ്. ഓരോരുത്തരുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് സ്പോട്ട് മാറിക്കൊണ്ടിരിക്കും. ഏകദേശം ഇതൊക്കെയായിട്ട് കണക്ട് ചെയ്ത് വരുന്ന രീതിയിൽ വേണം സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റി ആൻഡ് ത്രെറ്റ് എഴുതാൻ വേണ്ടിയിട്ട്. ഇതൊരു പുതിയ ടോപ്പിക് ആയിരുന്നു. അതായത് നമ്മുടെ മെയ് 2024 ചോദിച്ച ക്വസ്റ്റൻ ആണ്, വാട്ട് ആർ ചാനൽസ്, വൈ ഈസ് ചാനൽ അനാലിസിസ് ഇമ്പോർട്ടന്റ്, എക്സ്പ്ലെയിൻ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ചാനൽ. നമ്മുടെ ഓർമ്മയുണ്ടോ? സർവീസ് ചാനൽ, പ്രോഡക്റ്റ് ചാനൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ ദാറ്റ് ഇസ് വാട്ട് വി ആർ ഗോയിങ് ടു സ്റ്റഡി. ചാനൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. എങ്ങനെയാണോ ഓർഗനൈസേഷന്റെ പ്രോഡക്റ്റ് ആൻഡ് സർവീസ് കസ്റ്റമേഴ്സിന്റെ അടുത്തോട്ട് എത്തിക്കുന്നത്, ഹൗ ഓർഗനൈസേഷൻ will make those products and services reach to the ultimate customer. How will they distribute it? That distribute system is called the channels. അവര് മറ്റേ ടാർഗറ്റ് മാർക്കറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടി, ടാർഗറ്റ് മാർക്കറ്റിലോട്ട് റീച്ച് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും, സെയിൽസ് മാക്സിമൈസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും, കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഇങ്ങനെ കുറെ കാര്യങ്ങൾ ചാനൽസും കൊണ്ടുണ്ട്. കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് പറഞ്ഞാൽ നമുക്ക് നല്ല ചാനൽ ഉണ്ട്, നമുക്ക് കസ്റ്റമേഴ്സിന്റെ അടുത്ത് പെട്ടെന്ന് പ്രോഡക്റ്റ് എത്തിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. സോ ഇറ്റ്സ് എ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ്. കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് എന്താ? ടു പെർഫോം ബെറ്റർ ദാൻ ദ കോമ്പറ്റേറ്റർ.
സോ 3 ചാനൽസ് ഉള്ളത്. സെയിൽസ് ചാനൽ, പ്രോഡക്റ്റ് ചാനൽ, സർവീസ് ചാനൽ. സോ സെയിൽസ് ചാനൽ എന്ന് പറഞ്ഞാൽ എന്താണ്? These are the intermediaries involved in selling the product through each channel and ultimate to the end consumers. അതായത് മെനി ഫാഷൻ ഡിസൈനേഴ്സ് യൂസ് ഏജൻസീസ്. കുറെ വലിയ വലിയ ഫാഷൻ ഡിസൈനേഴ്സിന് ഡയറക്ട്ലി കസ്റ്റമേഴ്സിന് അടുത്ത് എത്താൻ പറ്റാത്തത് കൊണ്ട് അവർ ഏജൻസീസിനെ ഉപയോഗിക്കും. ഈ ഏജൻസീസ് ആയിരിക്കും അൾട്ടിമേറ്റ്ലി റീറ്റെയിൽ ഓർഗനൈസേഷൻസിലോട് സെല് ചെയ്യുന്നത്. സോ ദാറ്റ് കൺസ്യൂമേഴ്സ് വിൽ ഗെറ്റ് ഇറ്റ്. അവർക്ക് ഡയറക്ട്ലി നമ്മുടെ അടുത്ത് എത്തിക്കാൻ പറ്റുന്നില്ല. സോ അവർ ഒരു ഏജൻസിയിലേക്ക് കൊടുക്കും. ഈ ഏജൻസി റീറ്റെയിലോട്ട് കൊടുക്കും. റീറ്റെയിലിന്റെ അടുത്തുനിന്ന് നമുക്ക് കിട്ടാൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. പ്രോഡക്റ്റ് ചാനൽ എന്ന് പറഞ്ഞാൽ ഒരു സീരീസ് ഓഫ് ഇന്റർമീഡിയറീസ് ഉണ്ട്. ഫിസിക്കലി ആ പറയുന്ന പ്രോഡക്റ്റ് ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാർ. ഇപ്പൊ നമുക്ക് ബ്ലൂ ഡാർട്ട് ഒക്കെ വഴി സാധനം വരൂലേ, ദാറ്റ് ഇസ് ബേസിക്കലി വാട്ട് യു കോൾ പ്രൊഡക്റ്റ് ചാനൽ. എ സീരീസ്. ചിലത് റെയിൽവേ വഴി വിടുന്നു, അത് കഴിഞ്ഞ് പിന്നെ കൊറിയറിന്റെ ഇൻവോൾവ്മെന്റ് വരും, അല്ലെങ്കിൽ ചിലപ്പോൾ പാർസൽ സർവീസസിന് ഇൻവോൾവ്മെന്റ് വരും. സോ ദാറ്റ് ഇസ് വാട്ട് യു കോൾ എ സീരീസ് ഓഫ് ഇന്റർമീഡിയറ്റ്സ്. ഒരാൾ മാത്രമല്ല, കുറെ ആൾക്കാർ ഇൻവോൾവ് ആയിരിക്കും അൾട്ടിമേറ്റ്ലി ഈ പറഞ്ഞ പ്രോഡക്റ്റ് കസ്റ്റമേഴ്സിന്റെ അടുത്ത് എത്തിക്കാൻ വേണ്ടിയിട്ട്. ദ സർവീസ് ചാനൽ. സർവീസ് ചാനൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ഒരു ഷോറൂമിൽ പോയിട്ട് ഐസെറ്റ് എനിക്ക് വേൾപൂളിന്റെ വാഷിംഗ് മെഷീൻ വേണം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു എനിക്ക് ലോയിഡിന്റെ AC വേണം. അപ്പൊ അവർ പറയാണ് പോയിക്കോളൂ, നമ്മൾ നമ്മുടെ ടെക്നീഷ്യനെ വിടാം, എന്നിട്ട് വിൽ ഫിറ്റ് ദ AC ഫോർ യു എന്ന് പറയുമ്പോൾ അത് ശരിക്കും ബോഷിന്റെ അല്ലെങ്കിൽ ലോയിഡിന്റെ ടെക്നീഷ്യൻ ശരിക്കും അവരുടെ എംപ്ലോയി വന്ന് എന്റെ വീട്ടിൽ ഫിറ്റ് ചെയ്യുവാണോ? അല്ല. ഈ പറയുന്ന വർക്ക് ഈ പറയുന്ന ഓർഗനൈസേഷൻ ഔട്ട്സോഴ്സ് ചെയ്തേക്കുമായിരിക്കും. വേറൊരാൾക്ക് ഔട്ട്സോഴ്സ് ചെയ്തിട്ട് പറയും ബോഷിന്റെ വർക്കുകളോ അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾ വേണം അത് കസ്റ്റമേഴ്സിന്റെ വീട്ടിൽ പോയിട്ട് സെറ്റപ്പ് ആക്കി കൊടുക്കാൻ. ദാറ്റ് ഇസ് വാട്ട് യു കോൾ സർവീസ് ചാനൽ. It refers to entities that provide necessary service to support the product as it moves through the sales channel and after purchase by the end user. Example, ഒരു ബോഷ് ഡിഷ് വാഷർ മേടിക്കുന്നു, വിച്ച് മേ ബി സോൾഡ് ഇൻ എ ബോഷ് ഷോറൂം. അതായത് ഞാനിപ്പോൾ ഒരു AC മേടിക്കുമ്പോഴോ ഒരു വാഷിംഗ് മെഷീൻ മേടിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഡിഷ് വാഷർ ഒക്കെ മേടിക്കുമ്പോൾ അത് അതിന്റെ ഷോറൂമിൽ തന്നെ ആയിരിക്കും വിൽക്കുന്നത്. അത് ഒരിക്കൽ വിറ്റ് കഴിയുമ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് ബോഷിന്റെ കോൺട്രാക്റ്റഡ് പ്ലംബർ ആയിരിക്കും. ബോഷിന്റെ ആളായിരിക്കത്തില്ല, ഇറ്റ് വിൽ ബി എ കോൺട്രാക്റ്റഡ് പ്ലംബർ. So, chapter 3 questions are also done. Going for the next one. Idhe question or a test paper nammal cheytha. Innova Tech, a technology company with a range of business unit, is assessing its investment opportunity. To allocate the resources, Innova Tech uses a metrics that evaluates each business unit on the 2 key factors. ഇത് ഓർക്കാൻ വേണ്ടി ഞാൻ ഒരു സംഭവം പറഞ്ഞത്. നമ്മൾ പല മെട്രിക്സുകൾ പഠിച്ചില്ലേ? നമ്മുടെ GE മെട്രിക്സ്, ADL മെട്രിക്സ്, BCG മെട്രിക്സ്. മെട്രിക്സുകൾ പഠിക്കുമ്പോൾ അതിന്റെ X ആക്സിസ് Y ആക്സിസിൽ എന്താണ് എപ്പോഴും ഓർത്തോണം. അത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റൻ ആയിട്ട് വരാം. ചിലപ്പോൾ ആ ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ട് മെട്രിക്സ് ഐഡന്റിഫൈ ചെയ്യാനും ക്വസ്റ്റൻ വരാം. ആ ടൈപ്പ് ക്വസ്റ്റൻ ആണിത്. സോ അതിന് 2 കീ ഫാക്ടേഴ്സ് ഉണ്ട്, ഇൻഡസ്ട്രി അട്രാക്റ്റീവ്നെസ്സും ബിസിനസ് സ്ട്രെങ്തും. For example, AI solution division position in a highly attractive industry with a strong competitive edge receives a go-ahead further investment. In contrast, its legacy software division operates in a less attractive industry with a weaker position, receives a be careful rating. So, ഒരു ഓർഗനൈസേഷന് ഒരു AI സൊല്യൂഷൻ ഡിവിഷൻ ആയിട്ടുള്ള ഓർഗനൈസേഷൻ ഹൈലി അട്രാക്റ്റീവ് ഇൻഡസ്ട്രിയിലാണ് വർക്ക് ചെയ്യുന്നത്. അവർക്ക് ഇപ്പം അറിയാലോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഭയങ്കര അടിപൊളിയായിട്ടാണ് പോകുന്നത്. സോ അവര് വർക്ക് ചെയ്യുന്ന ഡിവിഷൻ ഭയങ്കര സക്സസ്ഫുൾ ആണ്. സോ അപ്പൊ അവര് റിസീവ് ചെയ്ത് എന്തായിരിക്കും ഗോ ഹെഡ്. സോ അവര് നിൽക്കുന്ന ആ ഒരു സ്റ്റേജ് എന്താണ്, ഫർദർ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാം, കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രം അവർക്ക് സക്സസ്ഫുൾ ആകാൻ പറ്റുള്ളൂ. ആ ഒരു സ്റ്റേജിലാണ് ആ പറയുന്ന ഡിവിഷൻ നിൽക്കുന്നത്. അതേ കമ്പനിക്ക് വേറൊരു സോഫ്റ്റ്വെയർ ഡിവിഷനും കൂടെ ഉണ്ട്. ആ സോഫ്റ്റ്വെയർ ഡിവിഷൻ അത്ര അട്രാക്റ്റീവ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയിലല്ല പ്രവർത്തിക്കുന്നത്. അപ്പോൾ അവർക്ക് കൊടുത്തേക്കുന്ന ഒരു കമന്റ് ബി കെയർഫുൾ എന്നാണ്. അതായത് അധികം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, ലിമിറ്റഡ്. കാരണം ഓൾറെഡി വീക്കായിട്ട് പോകുന്നതിന് മുകളിൽ കുറെ പൈസ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്താൽ പൈസ നഷ്ടം വരാനുള്ള ചാൻസ് കൂടുതലാണ്. സോ ലിമിറ്റഡ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്താൽ മതി എന്നുള്ള കമന്റ് ആണ് കിട്ടുന്നത്. ഇത് ഏത് അനാലിറ്റിക്കൽ ടൂൾ ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്തേക്കുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ, ഇൻഡസ്ട്രി അട്രാക്റ്റീവ്നെസ് ബിസിനസ് സ്ട്രെങ്ത് വേറെ ഒന്നുമല്ല, ഇറ്റ് ഇസ് GE മെട്രിക്സ്, ജനറൽ ഇലക്ട്രിക് മെട്രിക്സ്. ജനറൽ ഇലക്ട്രിക് കമ്പനി കൊണ്ടുവന്നാണ്. സോ ഇവർ യൂസ് ചെയ്യുന്നത് GE മെട്രിക്സ് ആണ്. GE മെട്രിക്സിന്റെ ഫാക്ടേഴ്സിലാണ് ഇത് വരിക. അതായത് അവർക്ക് 9 സെൽ കാറ്റഗറി ആയിട്ടാണ്. പിന്നെ AI ഡിവിഷൻ ആ കഥ മൊത്തം കൊടുത്തു, അവർ ചെയ്തു. സോ അതിനകത്ത് നമ്മൾ പഠിച്ച ഓർമ്മയുണ്ട്, ഗ്രോ, ഹോൾഡ്, ഹാർവെസ്റ്റ് ഒക്കെ നമ്മൾ പഠിച്ച ഓർമ്മയില്ലേ? സോ ഓൾ ദാറ്റ് യു വിൽ എക്സ്പ്ലെയിൻ. സോ AI സൊല്യൂഷൻസ് നിൽക്കുന്നത് സ്ട്രോങ് കോമ്പറ്റേറ്റീവ് പൊസിഷനിലാണ്, ഗ്രോയിലാണ്.
ലെഗസി സോഫ്റ്റ്വെയർ ഡിവിഷൻ ലെസ് അട്രാക്റ്റീവിലാണ്. സോ അവർ എന്ത് ചെയ്യുക, ഹോൾഡ് ഓർ ഹാർവെസ്റ്റ് ചെയ്താലും കുഴപ്പമില്ല, ഹോൾഡ് ചെയ്താലും കുഴപ്പമില്ല, പ്രിസർവ് ചെയ്ത് വെക്കുക. സോ ദേ ആർ ബേസിക്കലി ഇൻ ടു ദ GE മെട്രിക്സ്. ഓക്കെ അല്ലേ? നമ്മൾ റെഡ് ലൈറ്റ് ഓർമ്മയുണ്ടോ? സ്റ്റോപ്പ്. അതാണ് ഈ പറഞ്ഞ ഗ്രോ, ഹോൾഡ് ആൻഡ് ഹാർവെസ്റ്റ് എന്നൊക്കെ പറയണത്. 3 ട്രാഫിക് ലൈറ്റ് സിഗ്നൽസിനെ ഇൻസ്പയർ ചെയ്ത് വന്നു. ഗോ, സ്റ്റോപ്പ്, ബി കോഷ്യസ്. ഓർമ്മയില്ലേ? റെഡ്, amber or yellow, green. I hope you are understanding. Okay. Now going to the next question, what do you mean by strategic alliance? Discuss its advantage. ഇത് ഓർക്കാൻ വേണ്ടി ഞാനൊരു കോഡും പറയുന്നത്. POSE, പൊളിറ്റിക്കൽ, ഓർഗനൈസേഷണൽ, സ്ട്രാറ്റജിക്, എക്കണോമിക്. സ്ട്രാറ്റജിക് അലയൻസ് ഓർമ്മയില്ലേ? സ്വന്തമായിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവർ ഒരുമിച്ച് നിന്നിട്ട് അത് അച്ചീവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇതിന് കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ഒക്കെ ഉണ്ട്. അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഉണ്ട്. മറ്റേ ട്രേഡ് സീക്രട്ട് ഷെയർ ചെയ്തു പോകുന്നൊക്കെ. Strategic alliance is a relationship between 2 or more businesses which enables to achieve strategic objects which neither would be able to achieve on its own. രണ്ടു പേർക്കും സെപ്പറേറ്റ് ആയിട്ട് നിന്നിട്ട് കാര്യമില്ല, ഒരുമിച്ച് നിന്നാൽ മാത്രമേ കാര്യമുള്ളൂ. അങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പിലോട്ട് ഏർപ്പെട്ടിട്ട് ആ അലയൻസ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ദാറ്റ് ഇസ് വാട്ട് യു കോൾ സ്ട്രാറ്റജിക് അലയൻസ്. സ്ട്രാറ്റജിക് അലയൻസിന്റെ അഡ്വാൻറ്റേജസ് ഓർക്കാൻ വേണ്ടി യു ക്യാൻ റിമെമ്പർ പോസ്, അല്ലെങ്കിൽ ചില ആൾക്കാർ SOEP, സോപ്പിന് വരെ SOAPക്ക് വരെ നേരെ SOEP. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ രണ്ടെണ്ണമാണ് ഞാൻ പൊതുവെ പറയുന്നത്. ESOP, നിങ്ങളുടെ ലോയ്ക്കകത്തെ ESOP, ഈ കോഡ് ഓർത്താൽ മതി. P for പൊളിറ്റിക്കൽ, ഓർഗനൈസേഷൻ, സ്ട്രാറ്റജിക്, എക്കണോമിക്. എങ്ങനെ വേണേലും ഓർക്കാം. സബ് ടു യു. Can remember the keyword. So organization. So we'll start with the P. പൊളിറ്റിക്കൽ. അതായത് ഇപ്പൊ എനിക്ക് സൗദിയിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് USA ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. എനിക്ക് അവിടുത്തെ ഒരു ലോക്കൽ ഫോറിൻ ബിസിനസ് ആയിട്ട് ഒരു ടൈപ്പ് ഉണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്ന് സൗദിയിൽ പോയിട്ട് എന്ത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും? ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ എനിക്ക് പെട്ടെന്ന് പോയിട്ട് US ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ദാറ്റ് ഇസ് വാട്ട് യു കോൾ പൊളിറ്റിക്കൽ. സം സ്ട്രാറ്റജിക് അലയൻസ് ആർ ഫോംഡ് വിത്ത് എ ലോക്കൽ ഫോറിൻ ബിസിനസ് ടു ഗെയിൻ എൻട്രി ഇൻ ടു എ ഫോറിൻ മാർക്കറ്റ് either because of legal prejudices or legal barriers to entry. Legal barriers to entry കാരണമോ legal prejudices കാരണമോ നമുക്ക് അവിടെ ബിസിനസ്സിലോട്ട് കയറാൻ പറ്റുന്നില്ല. പക്ഷേ സ്ട്രാറ്റജിക് അലയൻസ് അവിടുത്തെ ലോക്കൽ ഫോറിൻ ബിസിനസ്സുമായിട്ട് നമുക്ക് if we could join hands, it might be easy for us to enter into that particular market. So that is one of the advantages. Political. Now organization. ആൾക്കാർ ഇവിടെ കോപ്പറേറ്റ് ചെയ്യാനേ നോക്കത്തുള്ളൂ, കോമ്പീറ്റ് ചെയ്യാൻ നോക്കത്തില്ല. സ്ട്രാറ്റജിക് അലയൻസസ് ഹെൽപ്സ് ടു ലേൺ നെസസറി സ്കിൽസ് ആൻഡ് ഒബ്റ്റെയിൻ സർട്ടൻ കേപ്പബിലിറ്റീസ്. സ്കില്ലും കേപ്പബിലിറ്റിയും പഠിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ദാറ്റ് ഈസ് വാട്ട് യു കോൾഡ് ഓർഗനൈസേഷൻ. കമ്മിങ് ടു സ്ട്രാറ്റജിക് കോപ്പറേറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കോപ്പറേറ്റ് ഇൻസ്റ്റെഡ് ഓഫ് കോമ്പീറ്റിംഗ്. ഇവിടെ കോപ്പറേറ്റ് ചെയ്തു പോവാം, അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കലല്ല. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പൊ സ്പോട്ടിഫൈ ആൻഡ് ഊബർ ഹാഡ് എ സ്ട്രാറ്റജിക് അലയൻസ്. സ്പോട്ടിഫൈനേക്കാളും ബെറ്റർ ആയിട്ട് എനിക്ക് പെർഫോം ചെയ്യണം എന്നല്ല ഊബർ തീരുമാനിച്ചത്. അതുപോലെ ഊബറിനേക്കാളും ബെറ്റർ ആയിട്ട് സ്പോട്ടിഫൈക്ക് മറ്റേ പെർഫോം ചെയ്യണം, അങ്ങനെയല്ല. സോ അവിടെ ഒരു കോമ്പറ്റീഷൻ അല്ല, അവിടെ ഒരു കോപ്പറേഷനോട് കൂടിയായിരിക്കും മുന്നോട്ട് പോവാം. എക്കണോമിക് എന്ന് പറയുമ്പോൾ ഒരുമിച്ച് അവർക്ക് വോളിയം ഓഫ് പ്രൊഡക്ഷൻ കൂടി ഒരു സംഭവം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയാൽ അവർ പെർ യൂണിറ്റ് കോസ്റ്റ് അതിനനുസരിച്ച് അവർക്ക് കുറയ്ക്കാൻ വേണ്ടി പറ്റും. ഇതാ ക്ലാസ്സിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുക. യു ക്യാൻ ഫോക്കസ് ഓൺ എക്സാക്ട്ലി വാട്ട് ഇസ് ഗിവൺ ഇൻ ദ മെറ്റീരിയൽ. നമ്മൾ മെറ്റീരിയൽ ഐസിയുടെ മെറ്റീരിയൽ ഇട്ട് തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. യു ക്യാൻ കണ്ടിന്യൂ ഫോക്കസിങ് ഓൺ ദാറ്റ്. സോ ദിസ് ഇസ് അബൌട്ട് സ്ട്രാറ്റജിക് അലയൻസ്. ഓക്കെ, ഓൾ ക്വസ്റ്റ്യൻസ് എളുപ്പമല്ലായിരുന്നു. GE മെട്രിക്സിനെ പറ്റി, പിന്നെ അബൌട്ട് ദ സ്ട്രാറ്റജിക് അലയൻസ്, ഓൾ ക്വസ്റ്റ്യൻസ് വെർ വെരി ഈസി. ദ ലാസ്റ്റ് വൺ നിങ്ങൾക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു ചാപ്റ്ററാണ്. ഐ ഓൾവേസ് ടെൽ മൈ സ്റ്റുഡൻസ്, കുട്ടികൾക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു ഏരിയ ആണ് ദ 5th ചാപ്റ്റർ. ഇറ്റ്സ് നോട്ട് എ കോംപ്ലിക്കേറ്റഡ് ചാപ്റ്റർ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ അതിനെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കാണുന്നത് കൊണ്ടാണ്. അത് സ്പ്ലിറ്റ് ചെയ്ത് പഠിച്ചാലും മതി. ഓക്കെ, അഗൈൻ അതും നമ്മൾ സ്ഥിരമായിട്ട് വരുന്നു എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നെയാണ് വന്നേക്കുന്നത്. നോക്കാം. Ecotech, a company specializing in sustainable technology solution, is facing challenges due to shifts in the environmental regulations and market preferences.
To manage these uncertainties, they regularly review and update their business assumptions and strategic plans based on changing regulatory requirement and consumer trends. So Ecotech ഒരു company specializing in sustainable technology ആണ്. ഒത്തിരി challenges face ചെയ്യുന്നുണ്ട്. ഈ uncertainty face ചെയ്യാൻ വേണ്ടി regular ആയിട്ട് അവർ ബിസിനസിന്റെ കാര്യങ്ങൾ റിവ്യൂവും അപ്ഡേറ്റും ചെയ്യുന്നുണ്ട്. So this proactive approach helps them stay aligned with evolving market condition. So market conditions change ചെയ്ത് വരുന്നുണ്ടെങ്കിലും അവർക്ക് ഈ പറയുന്നത് മീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് because they are updated with whatever is happening. Explain which approach is Ecotech to adapt to changes in regulations and market conditions. ചുറ്റിനുമുള്ള market conditions മാറി, ചുറ്റുമുള്ള regulations മാറി എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന കൺട്രോൾ ഏതാണോ, which control എന്നാണ് ചോദിച്ചേക്കുന്നത്, അല്ലെ which change? It is basically premise control. ഓരോ ഓർഗനൈസേഷനും ഓരോ പ്രിമൈസിലാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് പ്രിമൈസിനെ ജനറിക് ആയിട്ട് നോക്കാൻ വേണ്ടി പറ്റില്ല. നമ്മൾ പഠിച്ച ഓർമ്മയുണ്ടോ പ്രിമൈസ് കൺട്രോൾ? പല കൺട്രോൾസ് ഉണ്ട്, അതിൽ ഒരെണ്ണമാണ് പ്രിമൈസ് കൺട്രോൾ. അവർ യൂസ് ചെയ്യുന്ന പ്രിമൈസ് കൺട്രോൾ ആണ്. പ്രിമൈസ് കൺട്രോൾ നമ്മുടെ എൻവയോൺമെന്റിനെ ചുറ്റും നമ്മൾ മോണിറ്റർ ചെയ്യുന്നു, റിവ്യൂ ചെയ്യുന്നു, എന്നിട്ട് അസംഷൻസ് നമ്മൾ ഡ്രോ ചെയ്യുന്നു. അതോടുകൂടി നമുക്ക് മനസ്സിലാവും ഓരോ പ്രിമൈസും ഓരോ രീതിയിലാണ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അപ്പം നമുക്ക് ജനറിക് ആയിട്ട് അത് നമുക്ക് പറയാൻ പറ്റുമോ? എല്ലാ എൻവയോൺമെന്റും, പല പൊളിറ്റിക്കൽ ലീഗൽ എൻവയോൺമെന്റ്, നമ്മുടെ ടെക്നോളജിക്കൽ എൻവയോൺമെന്റ്, സോഷ്യോ കൾച്ചറൽ എൻവയോൺമെന്റ്, ഓരോ എൻവയോൺമെന്റ് ഓരോ രീതിയിൽ നമുക്ക് അസസ് ചെയ്യാൻ വേണ്ടി പറ്റും. മറ്റേ സെയിം രീതിയിൽ അസസ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? ഇല്ല. ഓരോ പ്രിമൈസസ് ഓരോ രീതിയിലല്ലേ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പൊ പ്രിമൈസ് കൺട്രോളിനെ പറ്റിയിട്ടാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ഓക്കെ. വെരി സിമിലർ ക്വസ്റ്റൻ അഗെയിൻ. നമ്മുടെ പുതിയതായിട്ട് ആഡ് ചെയ്ത ടോപ്പിക് തന്നെയാണ്. Glowware Limited, an apparel manufacturer, has been in the market for a decade, until 2023. It operated on the founding principle of its CEO, focusing on a limited regional market. Korchu market മാത്രമേ focus ചെയ്യുന്നുള്ളൂ. With new growth opportunities arising, Glowware is now interested in developing new competencies in the areas such as digital marketing, product innovation, financial management, etc. പുതിയ ഏരിയയിൽ അവർ ഫോക്കസ് ചെയ്യാണ്. Recognizing that changing one area may impact others. ഒരെണ്ണത്തിനെ മാറ്റുമ്പോൾ മറ്റുള്ളതിനെ ബാധിച്ചേക്കാം. The company wants a comprehensive understanding of the interconnected elements. പല കാര്യങ്ങളെ പറ്റി, interconnected elementsനെ പറ്റി കുറച്ചും കൂടെ ഒരു ഐഡിയ അവർക്ക് വേണം. As a strategist, you are tasked with creating a questionnaire to analyze both the hard and soft elements of the organization. McKinsey's 7S model, ഓർമ്മയുണ്ടോ? Hardest and software. This assessment will enable Glowware to understand the factors that influence the effectiveness. So ഇവിടെ പറയേണ്ടത് നമ്മുടെ McKinsey's hardest and software elements ആണ്. സോ മോഡലിനെ പറ്റി ഒന്ന് ജസ്റ്റ് ഒരു ബ്രീഫ് ഐഡിയ കൊടുക്കുക. ഇവർ ഫോളോ ചെയ്യേണ്ടത് ഗ്ലോവെയർ ലിമിറ്റഡ് ഫോളോ ചെയ്യുന്നത് McKinsey 7S മോഡലാണ്. അതിനകത്ത് ഹാർഡസ്റ്റ് ആൻഡ് സോഫ്റ്റ്വെയർ, ഹാർഡ് എലിമെന്റ്സ് എന്തൊക്കെയാണ്, സോഫ്റ്റ്വെയർ എലിമെന്റ്സ് എന്തൊക്കെയാണ് വിതിൻ ദ ഓർഗനൈസേഷൻ ക്ലിയർ ആയിട്ട് നമുക്ക് പറഞ്ഞു തരും. ഇത് ചെയ്യുന്നതോടുകൂടി ഓർഗനൈസേഷന്റെ എന്ത് ഡിസൈൻ ആണ് അവർ ഫോളോ ചെയ്യേണ്ടത്, എന്തൊക്കെ സ്ട്രാറ്റജിക് അഡ്ജസ്റ്റ്മെന്റ്സ് കൊണ്ടുവരണം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഓർഗനൈസേഷൻ അതിന്റെ ഹാർഡസ്റ്റ് സോഫ്റ്റ്വെയർസ് എന്താണെന്ന് മനസ്സിലാക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് അവർ ഓർഗനൈസേഷൻ ഡിസൈനകത്ത് അവർക്ക് ചേഞ്ചസ് കൊണ്ടുവരാം. അതുപോലെ സ്ട്രാറ്റജിക് അഡ്ജസ്റ്റ്മെന്റ്സ് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് ചെയ്യാം. നമ്മുടെ ഹാർഡ് എലിമെന്റ്സ് എന്ന് പറയുമ്പോൾ 3 എണ്ണമാണ്: സ്ട്രാറ്റജി, സ്ട്രക്ചർ, സിസ്റ്റം. ആൻഡ് ദ സോഫ്റ്റ്വെയർസ് എന്ന് പറയുമ്പോൾ ഷെയർഡ് വാല്യൂ, സ്റ്റൈൽ, സ്റ്റാഫ്, സ്കിൽ. എല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ള സംഭവങ്ങൾ തന്നെയാണ്. സോ സ്ട്രാറ്റജി എന്ന് പറയുമ്പം എന്ത് ഡയറക്ഷനിൽ കൂടിയാണ് അവർ പോകുന്നത്, വാട്ട് ഈസ് ബേസിക്കലി ദർ കോമ്പറ്റേറ്റീവ് അപ്രോച്ച്, എന്ത് ചെയ്താൽ അവർക്ക് ആ ബെറ്റർ ആയിട്ട് കോമ്പറ്റേറ്ററിനെക്കാളും ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റും, ദാറ്റ് ഇസ് സ്ട്രാറ്റജി. സ്ട്രക്ചർ നമ്മൾ ഇതേ ചാപ്റ്ററിൽ തന്നെ പഠിച്ചിട്ടുണ്ട്. പല സ്ട്രക്ചർ, സിമ്പിൾ സ്ട്രക്ചർ, ഫങ്ഷണൽ സ്ട്രക്ചർ, ഡിവിഷണൽ സ്ട്രക്ചർ, ഏത് സ്ട്രക്ചറാണ് ഫോളോ ചെയ്യുന്നത് അത് നോക്കാൻ വേണ്ടി പറ്റും. സിസ്റ്റംസ്, എങ്ങനെയാണ് അവർ ഡെയിലി ഓപ്പറേഷൻസ് മാനേജ് ചെയ്യുന്നത്, ഡെയിലി ഓപ്പറേഷൻസ് ആയിട്ട് അവർ എങ്ങനെയാണ് പോകുന്നത്, ദാറ്റ് ഇസ് വാട്ട് യു കോൾ സിസ്റ്റംസ്. ഷെയർഡ് വാല്യൂ, അതായത് വാട്ട് ഇസ് എ കോർ വാല്യൂ. നമ്മൾ വാല്യൂ എന്ന് പറയുന്ന സംഭവം ചാപ്റ്റർ 1 പഠിച്ച ഓർമ്മയില്ലേ? അതിനകത്ത് HP സെലിബ്രേറ്റഡ് വാല്യൂ ആസ് HP വേ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ച ഓർക്കുന്നില്ലേ? സോ that is basically what you call shared value. Now style ഉണ്ട്, പലതരത്തിലുള്ള ലീഡർഷിപ്പ് സ്റ്റൈൽ, ട്രാൻസാക്ഷണൽ ലീഡർഷിപ്പ് സ്റ്റൈൽ, ട്രാൻസ്ഫോർമേഷണൽ ലീഡർഷിപ്പ് സ്റ്റൈൽ. അതായത് ഒരെണ്ണം ഫോർമൽ അപ്രോച്ച് ആണ്, ഒരെണ്ണം ഇൻഫോർമൽ അപ്രോച്ച് ആണെന്നൊക്കെ നമ്മൾ പഠിച്ച ഓർമ്മയില്ലേ? അടുത്തത് സ്റ്റാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ഇസ് എ ടാലന്റ് പൂൾ. ആരാണോ അൾട്ടിമേറ്റ്ലി പണിയെടുക്കുന്നത്, ദാറ്റ് ഇസ് ബേസിക്കലി വാട്ട് യു കോൾ സ്റ്റാഫ്.
സ്കിൽ എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷന്റെ അകത്തുള്ള എംപ്ലോയീസിന്റെ കോമ്പീറ്റൻസീസ് എന്തൊക്കെയാണ്, അല്ലെ ഓർഗനൈസേഷന്റെ കോമ്പീറ്റൻസീസ് എന്തൊക്കെയാണ്. ദാറ്റ് ഇസ് ബേസിക്കലി വാട്ട് യു കോൾ സ്കിൽ. പിന്നെ മറ്റേ മെക്കൻസി മോഡലിന്റെ ലിമിറ്റേഷൻ പറയാം. അവർ കുറച്ച് ഫോക്കസ് മാത്രമേ എക്സ്റ്റേണൽ എൻവയോൺമെന്റ് കൊടുക്കുന്നുള്ളൂ. മറ്റേ ഓർഗനൈസേഷൻ ഇഫക്റ്റീവ്നെസ് എത്രയാണെന്നൊന്നും പറയുന്നില്ല. അത് ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നു, പക്ഷെ എന്ത് ചെയ്താൽ ഇഫക്റ്റീവ്നെസ് കൂട്ടാൻ പറ്റും എന്ന് അവർ പറയുന്നില്ല. സ്റ്റേറ്റിക് ആണ്, ഒട്ടും ഫ്ലെക്സിബിൾ അല്ല. ഹാർഡസ്റ്റ് സോഫ്റ്റ്വെയർ സ്റ്റേറ്റിക് ആണ്, ഒരു രീതിയിലും ഫ്ലെക്സിബിൾ അല്ല, ഭയങ്കര റിജിഡ് ആണ്. അതുപോലെ പൊട്ടൻഷ്യൽ ഗ്യാപ്സ് ഇൻ സ്ട്രാറ്റജിക് എക്സിക്യൂഷൻ. അവർക്ക് ഫുള്ളി ഗ്യാപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുന്നില്ല. സ്ട്രാറ്റജി എക്സിക്യൂട്ട് ചെയ്തതും ഡെവലപ്പ് ചെയ്തതും തമ്മിലുള്ള ഗ്യാപ്പ് എന്താ, വി ആർ ജസ്റ്റ് ഏബിൾ ടു ഐഡന്റിഫൈ ഇതൊക്കെയാണ് ഹാർഡസ്റ്റ്, ഇതൊക്കെയാണ് സോഫ്റ്റ്. ശരിക്കും ഇതിന്റെ ഉദ്ദേശം തന്നെ എന്താ, കമ്പനി എന്തൊക്കെ ചെയ്താൽ ഇഫക്റ്റീവ്നെസ് കൂട്ടാൻ പറ്റും, ഇതായിരുന്നു ഉദ്ദേശം. പക്ഷെ അവർക്കത് കൂട്ടുന്ന സംഭവം എങ്ങനെയാണെന്ന് പറയുന്നില്ല. ദി ആർ ജസ്റ്റ് ഏബിൾ ടു ഐഡന്റിഫൈ ദ ഫാക്ടേഴ്സ് ആൻഡ് ടെൽ യു. ദാറ്റ് ഇസ് വാട്ട് യു കോൾ മെക്കൻസി 7S മോഡൽ. സോ അവർ അപ്ലൈ ചെയ്തേക്കുന്നത് അവർ മെക്കൻസി 7S മോഡൽ അപ്ലൈ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ചും കൂടെ ഇന്റർ കണക്റ്റഡ് എലമെന്റ്സിനെ പറ്റി കുറച്ചും കൂടെ ഒരു ഐഡിയ അവർക്ക് കിട്ടും. സോ ദാറ്റ് ദേ ക്യാൻ ഇംപ്രൂവ് ദെയർ ഓവറോൾ organizational performance. So if you see, all questions we have sorted out in the class. I couldn't even find one question that we haven't sorted out in the class. Okay, le? ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഇതിനകത്ത് ഇന്റർപ്രറ്റ് ചെയ്ത് എടുക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ പോലും ഇല്ല. എവറി ക്വസ്റ്റ്യൻസ് വി ഹാഡ് സോർട്ടഡ് ഔട്ട് ഇൻ ദ ക്ലാസ്. അതാണ്. സോ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ജസ്റ്റ് റിമൈൻഡിങ് യു അഗെയിൻ, ആദ്യമായിട്ട് കാണുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ ഐ എം ജസ്റ്റ് റിമൈൻഡിങ് യു, പ്ലീസ് ഡോണ്ട് സ്റ്റഡി സ്ട്രാറ്റജിക് മാനേജ്മെന്റ് അലോൺ. ഓൾസോ ഡോണ്ട് സ്റ്റഡി ഫിനാൻഷ്യൽ മാനേജ്മെന്റ് അലോൺ. അങ്ങനെ ഏതെങ്കിലും ഒരു ഭാഗം മാത്രം പഠിച്ചു കഴിഞ്ഞാൽ യു ആർ നോട്ട് ഗോയിങ് ടു ക്ലിയർ ദ പേപ്പർ. 50 marks for SM and 50 marks for FM. So only if you study equally both the papers, both the subjects, you will be able to score an exemption. It's a very easy paper to score an exemption. ഞാൻ ചുമ്മാ പറയുന്നില്ല, വേറൊരു പേപ്പർ ഞാൻ പറയില്ല. ലോയ്ക്കകത്താണെങ്കിലും എക്സംഷൻ കിട്ടും ഞാൻ പറയുമെങ്കിലും ഐ ഡോണ്ട് ഗിവ് ദാറ്റ് കോൺഫിഡൻസ് ലൈക്ക് ഐ ടെൽ ഇൻ സ്ട്രാറ്റജിക് മാനേജ്മെന്റ്. കാരണം നമ്മൾ ക്ലാസ് സോൾവ് ചെയ്യുന്നതിന് പുറത്തൊന്നും ഒരു സാധനവും വരില്ല. മാക്സിമം ടഫ് ക്വസ്റ്റൻസ് ഒക്കെ അവർ വർക്ക് ബുക്കിൽ ഇട്ടിട്ടുണ്ട്, ക്ലാസ് സോൾവ് ചെയ്തിട്ടുണ്ട്. പ്രീവിയസ് ഇയർ അറ്റംപ്റ്റ് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നേ ഉള്ളൂ. കോർപ്പറേറ്റ് ആൻഡ് അതർ ലോ ഒക്കെയാണ് പ്രൊവിഷൻ അറിയെങ്കിൽ നമുക്ക് എഴുതാന്ന് പറയുന്നത് പ്രൊവിഷൻ മറന്നു പോകും, നമ്പർ ഓഫ് ഡേയ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മറയും. ദിസ് ഇസ് ബേസിക്കലി ജസ്റ്റ് എ കോൺസെപ്റ്റ് മാത്രം. വെരി ഫ്യൂ ചാപ്റ്റേഴ്സ്. മറ്റതിനകത്ത് എത്രയാ, 11 ചാപ്റ്റർ ഫോർ കമ്പനിയിലോ, പിന്നെ ഒരു 4-5 ചാപ്റ്റർ എക്സ്ട്രാ LLP, പിന്നെ ഒരു 4 ചാപ്റ്റർ. സോ വെരി ബിഗ് യൂണിറ്റ്സ്. കമ്പയർഡ് ടു ദാറ്റ് ഇറ്റ്സ് ഓൺലി 5 ചാപ്റ്റേഴ്സ്. അപ്പോൾ ഐ വിൽ ഓൾവേസ് സേ ഗിവ് പ്രയോറിറ്റി ടു ബോത്ത് ദ സബ്ജക്ട്. ഇപ്പൊ ചില പിള്ളേർ എനിക്ക് FM മാത്രമേ ഇഷ്ടമുള്ളൂ ബിക്കോസ് ഐ ലൈക്ക് ഒള്ളി പ്രോബ്ലം പേപ്പർ. ചില കുട്ടികൾ പറയാം ഐ ലൈക്ക് ഒള്ളി SM ബിക്കോസ് എനിക്ക് പ്രോബ്ലം ഭയങ്കര, അങ്ങനെയുള്ള കുട്ടികളുണ്ട്. അപ്പൊ അതിനകത്ത് ഇഷ്ടമല്ല നോക്കണം. ഇഫ് യു ആക്ച്വലി വോണ്ട് സ്കോർ ആൻ എക്സാമിഷൻ ഐ വുഡ് സേ യു ഹാവ് ടു ഫോക്കസ് ഓൺ both FM as well as SM. So ഞാൻ ടൈം കളയുന്നില്ല. വി ആർ ഗോയിങ് ഫോർ ദ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. ജസ്റ്റ് ഇടയ്ക്ക് ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. വി ആർ ഗോയിങ് ടു ദ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ. നോക്കാം. In the ever-growing consumer electronic industry, Horizon Technology found itself at a crossroads in 2018. ഒരു crossroad കണ്ടുപിടിച്ചവര്. The company founded a decade earlier had established itself as a key player in the global market for smartphones. അവര് കമ്പനി കുറച്ചു നാൾ മുന്നേ കണ്ടുപിടിച്ചായിരുന്നു. അവരെ തന്നെ ഒരു കീ പ്ലെയർ ആക്കി അവർക്ക് പ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റി. സ്മാർട്ട് ഫോൺ വിൽക്കുന്ന ആ സെഗ്മെന്റിൽ they could identify themselves as a key player and other electronics. So smartphones മാത്രമല്ല other electronics വിൽക്കുന്നതിലും they could place themselves. അപ്പോൾ കൺസ്യൂമർ ഇലക്ട്രോണിക് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നതിൽ അവർക്ക് മറ്റേ സ്മാർട്ട് ഫോൺസ് വിൽക്കുന്നതും റിലേറ്റഡ് ആയിട്ടുള്ള അതർ ഇലക്ട്രോണിക്സ് വിൽക്കുന്നതിലും അവരൊരു കീ പ്ലെയർ ആണെന്ന് അവർക്ക് മനസ്സിലാക്കി. However, the pressures to stay relevant, meet customers' demand and fend off competitors was mounting. അതായത് കസ്റ്റമർ നീഡ് സാറ്റിസ്ഫൈ ചെയ്യുക, കോമ്പറ്റേറ്റീവ് പ്രഷർ, ഇങ്ങനെ കുറെ കാര്യങ്ങൾ കൂടി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. This is a story of how Horizon Technology navigated its challenges, leveraging the key business strategy and analysis to achieve remarkable success. നമ്മൾ ഇനി വായിക്കാൻ വേണ്ടി പോകുന്നത് ഈ പറഞ്ഞ ഹൊറൈസൺ ടെക്നോളജി എങ്ങനെയാണ് ഇതിനെയൊക്കെ മറികടന്ന് വന്നത്. അതായത് അവർക്ക് കുറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു? അവർക്ക് കസ്റ്റമർ ഡിമാൻഡ്സ് മീറ്റ് ചെയ്യണം, കോമ്പറ്റീറ്റേഴ്സിനെ മറ്റേ കോമ്പറ്റീറ്റേഴ്സുമായിട്ട് പിടിച്ചിരിക്കാൻ വേണ്ടി പറ്റണം, റെലവെന്റ് ആയിട്ട് അപ് ടു ഡേറ്റ് ആയിട്ട് നീഡ്സ് ആൻഡ് വാണ്ട്സ് ഓഫ് കസ്റ്റമേഴ്സ് അനുസരിച്ച് പിടിച്ചിരിക്കാൻ പറ്റണം. സോ ഇതെങ്ങനെയാണ് അവർ ഓവർകം ചെയ്തത്? ദാറ്റ് ഇസ് വാട്ട് വി ആർ ഗോയിങ് ടു സ്റ്റഡി ഇൻ ദ കേസ് ബേസ്ഡ് area. Horizon Technology Limited recognized the need to divide its operations to find areas for improvement. So our operations in a divide ചെയ്തു. They conducted a comprehensive value chain analysis. Value chain analysis നടത്തി primary support activities കണ്ടുപിടിച്ചു. Michael Porter's value chain analysis.
by streamlining processes and eliminating redundancies. So our value chain analysis നടത്തി primary and support activities ആയിട്ട് divide ചെയ്തു. This allowed them to offer കോമ്പറ്റേറ്റീവ് പ്രൈസസ്. ഇങ്ങനെ ചെയ്തതുകൊണ്ട് അവർക്ക് കോമ്പറ്റേറ്റീവ് പ്രൈസസ് ഓഫർ ചെയ്യാൻ വേണ്ടി പറ്റി. അവർക്ക് ഇതോടുകൂടി ഒരു സ്ട്രാറ്റജിക് എഡ്ജ് തന്നെ മാർക്കറ്റിൽ കിട്ടി. ഓക്കെ, വാല്യൂ ചെയിൻ അനാലിസിസ് ചെയ്ത പിന്നെ കമ്പനി സിഇഒ മിസ്റ്റർ ജോണത്താൻ മേഴ്സർ വാസ് നോൺ ഫോർ ഹിസ് അതോറിറ്റേറ്റീവ് മാനേജ്മെന്റ് സ്റ്റൈൽ. സോ ജോണത്താൻ മേഴ്സർ ഫോളോ ചെയ്തിരുന്നത് അതോറിറ്റേറ്റീവ് മാനേജ്മെന്റ് സ്റ്റൈലാണ്. ഹിസ് ചാലഞ്ച് വാസ് ടു ട്രാൻസ്ഫോം ഹിസ് ലീഡർഷിപ്പ് അപ്രോച്ച് ടു വൺ ദാറ്റ് എൻകറേജ് ക്രിയേറ്റിവിറ്റി ആൻഡ് ടീം വർക്ക്. അയാളുടെ ചാലഞ്ച് എന്ന് പറഞ്ഞാൽ അയാളുടെ ലീഡർഷിപ്പ് അപ്രോച്ച് മാറ്റണം. അതോറിറ്റേറ്റീവ് മാനേജ്മെന്റ് സ്റ്റൈലിൽ നിന്ന് ക്രിയേറ്റീവ് ആൻഡ് ടീം വർക്ക് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള മാനേജർ ആവണം. മിസ്റ്റർ മേഴ്സർ ഇൻവെസ്റ്റഡ് ഇൻ ലീഡർഷിപ്പ് ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് ഫോർ മിഡിൽ ആൻഡ് സീനിയർ മാനേജേഴ്സ് ടു എൻഹാൻസ് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽ. അതിനുവേണ്ടി മാനേജേഴ്സിനെ ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഒക്കെ ബെറ്റർ ആക്കാൻ അവർ കുറെ പൈസ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തു. ദ ട്രാൻസിഷൻ വാസ് ഇറ്റ് ഈസി. ഈ സ്റ്റൈലിൽ നിന്ന് വേറെ സ്റ്റൈലോട്ട്, അതായത് അതോറിറ്റേറ്റീവ് മാനേജ്മെന്റ് സ്റ്റൈലിൽ നിന്ന് ഇത്രയും ക്രിയേറ്റീവ് ആയിട്ട് മാറാൻ അയാൾക്ക് ഭയങ്കര പാടായിരുന്നു. But it fostered a collaborative dynamic work environment. അതോടുകൂടി വർക്ക് എൻവയോൺമെന്റ് തന്നെ മാറി. They did not stop there. Horizon Technology adopted a strategic business unit structure. So SBU structure അവർ adopt ചെയ്തു, dividing the company into smaller, more manageable units. കുറച്ചും കൂടെ manageable units ആക്കി. Each SBU was tasked with focusing on specific product line. അത് തന്നെയാണ് SBUക്കകത്ത് ക്ലാസിഫൈ ചെയ്യുമ്പോൾ ഓരോ പ്രോഡക്റ്റ് ലൈനിൽ അവർക്ക് ഫോക്കസ് ചെയ്യാം. This decentralization empowered individual units to make strategic decisions autonomously, leading to quicker market response and a deeper understanding of customer needs. പോസ്റ്റ് ഓർഗനൈസേഷണൽ ചേഞ്ചസ്. ഈ ഓർഗനൈസേഷൻ ചേഞ്ചസ് വന്ന പിന്നെ ഹൊറൈസൺ ടെക്നോളജി സ്ട്രാറ്റജൈസ് ടു എംബ്രേസ് എ കോസ്റ്റ് ലീഡർഷിപ്പ് സ്ട്രാറ്റജി. പിന്നെ ഒരു കോസ്റ്റ് ലീഡർഷിപ്പ് സ്ട്രാറ്റജിയിലോട്ട് പോയി. ബാക്കിയെല്ലാം കഥ ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് പോകണ്ട. ഗോ ടു ബ്രാൻഡ് ഫോർ അഫോർഡബിൾ ആണ്, യെറ്റ് ക്വാളിറ്റി ഇലക്ട്രോണിക്സ് ആണ്. അപ്പൊ പ്രൊഡക്ഷൻ പ്രോസസ് അവർ ഒപ്റ്റിമൈസ് ചെയ്തു, സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് കൊടുത്തു, കോസ്റ്റ് എഫിഷ്യന്റ് ആവാൻ തുടങ്ങി. കോമ്പറ്റീറ്റേഴ്സിന് ഇത് മാച്ച് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. അപ്പോ as Horizon Technology expanded into international market, the management recognized the importance of adapting local environment. അതിനു വേണ്ടി അവർ പെസൽ അനാലിസിസ് നടത്തി, പൊളിറ്റിക്കൽ, ലീഗൽ, എൻവയോൺമെന്റൽ, സോഷ്യൽ അതിന്റെയൊക്കെ അനാലിസിസ് നടത്തി, എൻവയോൺമെന്റ് അനാലിസിസ് നടത്തി. By leveraging these insights, Horizon Technology was able to overcome these obstacles, customizing its product marketing strategy. അങ്ങനെ കുറെ കാര്യങ്ങൾ അവർ ചെയ്തു, ഓവർകം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. They invested in marketing strategy, operations ഒക്കെ ചെയ്തു. ഈ പറഞ്ഞ സ്ട്രാറ്റജിക് മൂവ്സ് കാരണം ഹൊറൈസൺ ടെക്നോളജി എക്സ്പീരിയൻസ് എ റിമാർക്കബിൾ ട്രാൻസ്ഫോർമേഷൻ. വിത്തിൻ 2 years അവരുടെ മാർക്കറ്റ് ഷെയർ സിഗ്നിഫിക്കൻ്റ്ലി ഗ്രോ ചെയ്തു ലോക്കൽ മാർക്കറ്റിൽ. കോസ്റ്റ് ലീഡർഷിപ്പ് റെസനേറ്റഡ് സ്ട്രോങ്ലി. ആനുവൽ റവന്യൂ അവർക്ക് കൂടി, സ്റ്റോക്ക് പ്രൈസ് കൂടി. കമ്പനിയുടെ അവരുടെ മറ്റേ ഇറ്റ് വാസ് നാവിഗേറ്റിംഗ് കോമ്പറ്റീറ്റീവ് ആൻഡ് ഡൈനാമിക് ഇൻഡസ്ട്രീസ്. ബേസ്ഡ് ഓൺ ദ അബവ് കേസ് സിനാരിയോ, answer the multiple choice questions. In Horizon Technology journey towards globalization, PESEL analysis played a pivotal role. Pivotal role തന്നെയാണ് PESEL analysis ചെയ്യുന്നത്. Navigating through diverse international markets, diverse international market. Which aspect of PESEL analysis proved to be the most challenging for Horizon Technology? ഏതായിരിക്കും അവർക്ക് ഏറ്റവും കൂടുതൽ ചാലഞ്ചിങ് ആയത്? ഡെഫിനറ്റ്ലി സോഷ്യോ കൾച്ചർ. കാരണം എടാ മറ്റേ നാഷണലിൽ നിന്ന് ഇന്റർനാഷണൽ ലെവലിലോട്ട് പോകുമ്പോൾ കൾച്ചറൽ ഡിഫറൻസ് ഭയങ്കര കൂടുതലാണ്. ലീഗലോ എൻവയോൺമെന്റലോ ടെക്നോളജിയോ ഒന്നുമല്ല, ഇന്റർനാഷണൽ എൻവയോൺമെന്റിലോട്ട് പോകുമ്പോൾ അവർ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്നതായിരിക്കും ഭയങ്കര കൾച്ചറൽ ഡിഫറൻസ് ആയിരിക്കും. സോ അതാണ് അവർ ഫേസ് ചെയ്ത ചാലഞ്ച്. അടുത്തത്, ഹൊറൈസൺ ടെക്നോളജി ഇംപ്ലിമെന്റഡ് SBU സ്ട്രക്ചർ ടു ഇംപ്രൂവ് ഇറ്റ്സ് റെസ്പോൺസിവ്നെസ് ആൻഡ് ഇന്നോവേഷൻ. ഹൗ ഡിഡ് ദ SBU സ്ട്രക്ചർ ഡിഫറെന്റ് ഫ്രം ദ കമ്പനീസ് പ്രീവിയസ് ഓർഗനൈസേഷണൽ മോഡൽ? സോ ആൻഡ് വാട്ട് ബെനിഫിറ്റ്സ് ദിസ് ന്യൂ സ്ട്രക്ചർ ബ്രിങ്? SBUയിലോട്ട് മാറുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയായിരുന്നു? പിന്നെ പഴയ സ്ട്രക്ചറും ഈ SBU തമ്മിലുള്ള വ്യത്യാസം എന്താണ്? SBU സ്ട്രക്ചർ റീപ്ലേസ്ഡ് എ ഫങ്ഷണൽ സ്ട്രക്ചർ, എംപവർഡ് യൂണിറ്റ്സ് ടു മേക്ക് സ്ട്രാറ്റജിക് ഡിസിഷൻ, ക്വിക്ക് മാർക്കറ്റ് റെസ്പോൺസ്. SBU റീപ്ലേസ്ഡ് എ മെട്രിക് സ്ട്രക്ചർ. ഇതൊരു മെട്രിക് സ്ട്രക്ചർ അല്ലായിരുന്നു. ദിസ് വാസ് നോട്ട് എ മെട്രിക് സ്ട്രക്ചർ. സോ മെയിൻറ്റെയിൻ ദ എക്സിസ്റ്റിംഗ്, അവർ മെയിൻറ്റെയിൻ ചെയ്യുമല്ലോ ചെയ്തത്, അവർ മറ്റേ ഫങ്ഷണൽ സ്ട്രക്ചർ ഇല്ലാതാക്കുമല്ലോ ചെയ്തത്. SBU സ്ട്രക്ചർ ഇൻട്രൊഡ്യൂസ് മോർ സെൻട്രലൈസ്ഡ് അപ്രോച്ച്, അല്ല ഡീസെൻട്രലൈസ്ഡ് അപ്രോച്ച് എന്നല്ലേ പറയുന്നത്. സോ ഇറ്റ്സ് പോയിന്റ് നമ്പർ A. ഫങ്ഷണൽ സ്ട്രക്ചറിനെ അവർ റീപ്ലേസ് ചെയ്തു. Number 3, Horizon Technologies face internal challenges, including leadership struggle with an authoritative CEO. Style ആണ്. How did Jonathan Mercer transform his leadership style to foster a more collaborative work environment? What were the key outcomes of this transformation? Increases authoritative approach. Increase ചെയ്തില്ലല്ലോ, മാറുമല്ലേ ചെയ്തത്. ക്രിയേറ്റീവ് സൈഡിലോട്ട് മാറിയില്ലേ? He introduced a strict top-down hierarchy. അല്ല. Invested in leadership development program. ഇങ്ങനെയല്ലേ? Delegated most of the responsibility to middle managers. So it's point number C.
Next is point fourth one, while implementing a cost leadership strategy. നിങ്ങൾക്ക് അറിയാലോ standardized product and services കൊടുക്കുക. Horizon technology went just streamlining their production processes. What other factors did they consider achieving cost efficiencies? They solely focused on labor cost reduction, result in job cuts, employee dissatisfaction. Allah. Horizon technology invested heavily in extravagant marketing campaigns. പ്രീമിയം കസ്റ്റമർ ബേസ് എന്ന് പറയുന്നില്ല ഇവിടെ. ഓക്കെ, അവർ മാർക്കറ്റിംഗ് ക്യാമ്പയിൻസിലൊക്കെ പോയി. ദി ഒപ്റ്റിമൈസ് സപ്ലൈ ചെയിൻ ആൻഡ് ഇൻവെസ്റ്റഡ് ഇൻ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ചെയ്തു. അതിന് അവർ R&D കുറെ സ്പെൻഡ് ചെയ്തു എന്ന് പറഞ്ഞില്ലേ. ലീഡിംഗ് ടു എൻഹാൻസ് പ്രൊഡക്റ്റ് ക്വാളിറ്റി, റെഡ്യൂസ് പ്രൊഡക്ഷൻ കോസ്റ്റ്. അതെ, ദ കമ്പനി അക്വയർഡ് കോമ്പറ്റീറ്റേഴ്സ് ടു എലിമിനേറ്റ് മോണോപോളി അല്ല. സോ ദ ആൻസർ ഇസ് സി again. Fifth one, the primary factor contributing to Horizon Technology remarkable transformation was their commitment to systematic analysis. What role did value chain analysis play in this transformation? Value chain analysis എന്താ ചെയ്തേ? Reveal the opportunity for diversification, allow the company to identify, eliminate inefficiencies in their operations. Inefficiency പോയി, അത് ശരിയാണ്. Highlighted the need for existing vertical integration. അല്ല. Revealed opportunity diversification. അല്ല. Horizon Technology use value chain analysis primarily for financial forecasting, budgeting ഒന്നുമല്ല. They were focusing on cost reduction, improved product quality ഒക്കെയാണ്. ഞാൻ ഓൾറെഡി അവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ദാറ്റ് ഇസ് വാട്ട് Horizon Technology Limited was focusing on. കുറെ ആൻസർ ആക്ച്വലി നിങ്ങൾക്ക് ആ കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ഒന്ന് പ്രോപ്പർ ആയിട്ട് വായിച്ചു പോയി കഴിഞ്ഞാൽ ഇറ്റ് ഇസ് വെരി ഈസി ഫോർ യു ടു അണ്ടർസ്റ്റാൻഡ് ദി ആൻസർ. Now going for the next one. In a recent strategy meeting, the leadership team of Technova, a growing software development firm, emphasized the importance of defining the core purpose of an organization. Core purpose paranam. They aim to outline the primary reason for company's existence and to guide their decision-making process during the challenging time. Avaru paranju companyയുടെ they aim to outline the primary companyയുടെ existence എന്താണ്, അതിനനുസരിച്ച് വേണം decision making process അവർക്ക് ഗൈഡ് ചെയ്യാൻ. They noted that this central guiding declaration would help align the team's effort. സെൻട്രലി ഇങ്ങനെ പറയുമ്പോൾ ടീം എഫേർട്സ് കുറച്ചും കൂടെ അലൈൻ ചെയ്ത് പോകാൻ പറ്റും. പ്രോപ്പർ ആയിട്ട് സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും വാട്ട് ദ കമ്പനി സ്റ്റാൻഡ്സ് ഫോർ. ഇതേ സാധനം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തതാണ് മിഷൻ. ഇപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? പ്രസന്റ് കേപ്പബിലിറ്റി, കസ്റ്റമർ ഫോക്കസ് എന്താണ്? സോ ഇറ്റ്സ് വേറൊന്നുമല്ല, മിഷൻ. ഇന്ന് ഇതേ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് ഡിസ്കസ് ചെയ്തല്ലേ. Third one, a company's flagship product has experienced a plateau in sales despite heavy promotions and marketing. Okay. What phase of PLC are they likely in and what is the basic strategic option? So, ഒരു flagship product ആണ്, ഒരു ഹെവി പ്രൊമോഷൻ മാർക്കറ്റിംഗ് ഉണ്ടായിട്ടും അവർക്ക് കാര്യമായിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. ഡെഫിനറ്റ്ലി ഏത് തന്നെയാണ് മെച്യൂരിറ്റി. ഇൻട്രൊഡക്ഷനിലാണെങ്കിൽ നമുക്ക് ആൾക്കാരുടെ അടുത്ത് കൺസ്യൂമർ അടുത്ത് അവയർനെസ് ചെയ്യുമ്പോൾ പയ്യെ ഡിമാൻഡ് കൂടി വരും. ഗ്രോത്തിനനുസരിച്ച് അവയർനെസ് ക്രിയേറ്റഡ് ആയി. സോ ഒബ്വിയസ്ലി മറ്റേ ഇടുന്ന പൈസയ്ക്ക് അവർക്ക് മറ്റേ പ്രൊഡക്റ്റിന്റെ പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടി പറ്റും. സോ ഇറ്റ്സ് ആക്ച്വലി മെച്യൂരിറ്റി. പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ ആണ് അവർ സീക്ക് ചെയ്യുന്നത്, ഡിക്ലൈൻ അല്ല. Fourth one, multinational corporation is planning a merger with a local firm in a developing country. The local firm's community has high stakes in the maintaining local employment and environmental standards. So multinational corporation, local firm in a developing country. High stakes on the local employment environmental standards set up here, but possesses low power in formal negotiations. How should the corporation categorize the stakeholder? നമ്മുടെ മെൻലോസ് മെട്രിക്സ് ആണ് ഇവിടെ വന്നേക്കുന്നത്. മെൻലോസ് മെട്രിക്സ് പഠിച്ച ആൾക്കാർക്ക് മാത്രമേ ഇത് റിലേറ്റ് ചെയ്ത് പറയാൻ വേണ്ടി പറ്റുള്ളൂ. സോ ദിസ് ഇസ് ബേസിക്കലി merger with a local high stake, maintaining local employment, low power. So it's basically low power, high interest, high stake, low power, high interest. Low power, high interest. That is പറയുന്നത്. High stake possesses low power in formal negotiation. It's Menlo's matrix. Next. EcoGreen, a company specializing in sustainable home product, has decided to enter into the energy sector by developing marketing solar panels, home energy store solution. This new direction involves creating a completely new product line that extends beyond their traditional home goods.
thereby entering into an industry with current brand. Okay, what strategies Eco Green using to enter into the energy sector? Definitely diversification. Market penetration alla, മാർക്കറ്റ് പെനട്രേഷൻ അല്ല, എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റ് എക്സിസ്റ്റിംഗ് മാർക്കറ്റ് അല്ല, അവർ കംപ്ലീറ്റ്ലി എന്താണ് സസ്റ്റൈനബിൾ ഹോം പ്രോഡക്റ്റിൽ നിന്ന് എനർജി സെക്ടറിലോട്ട് ഇറങ്ങുക. ഒരു ബന്ധവും ഇല്ലാത്ത കാര്യങ്ങളാണ്. ന്യൂ പ്രോഡക്റ്റ് ന്യൂ മാർക്കറ്റ്, ഡൈവേഴ്സിഫിക്കേഷൻ. The last one, Alpha Corp is undergoing a shift to foster a culture that encourages innovative thinking and team collaboration. To achieve this, company is focusing on how leaders interact with their team and set examples for their behavior, aiming to align leadership practices with desired cultural outcome. Which aspect of Alpha Corp is being adjusted to foster a culture? It is style. Leadership style ആണ് ചെയ്യാൻ വേണ്ടി നോക്കുന്നത്. ലീഡർഷിപ്പ് സ്റ്റൈൽ മാറ്റിയാലല്ലേ നമുക്ക് ബെറ്റർ ആയിട്ട്, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ട്രാൻസ്ഫോർമേഷണൽ ലീഡർഷിപ്പ് സ്റ്റൈൽ, ട്രാൻസാക്ഷണൽ ലീഡർഷിപ്പ് സ്റ്റൈൽ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഷുഡ് ബി സ്റ്റൈലാണ് അവർ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. ടു ഫോസ്റ്റർ എ കൾച്ചർ, അതായത് ഭയങ്കര എന്താ, നമ്മൾ ഈ തൊട്ട് മുകളിൽ തന്നെ പഠിച്ചതിനകത്ത് ഓർമ്മയില്ലേ, ഭയങ്കര ഫോർമൽ സ്ട്രക്ചർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്ര ഇന്നോവേഷൻസ് ക്രിയേറ്റീവ് ഐഡിയാസ് ഒന്നും നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. സോ ദേ ആർ ആക്ച്വലി ഫോക്കസിങ് ഓൺ സ്റ്റൈൽ ഹിയർ. ഓക്കെ, so that is with the RTP Jan 2025. so നിങ്ങൾ ഇത് എന്തായാലും ഐ ഗിവൺ യുവർ ബേസിക് ഐഡിയ. ഒരിക്കലും വിചാരിക്കരുത് ഇതുപോലെ തന്നെ കട്ട് കോപ്പി പേസ്റ്റ് പോലെ എഴുതണ്ട. ദേ ഹവ് ജസ്റ്റ് ഗിവൺ ആസ് സച്ച്, അതുപോലെ തന്നെ അങ്ങ് കട്ട് കോപ്പി പേസ്റ്റ് ചെയ്തേ ഉള്ളൂ. ഗെറ്റ് ദോസ് കീവേഡ്സ്, അത് വെച്ച് സെന്റൻസ് റീഫ്രെയിം ചെയ്യുക. ഒരിക്കലും സ്ട്രാറ്റജിക് മാനേജ്മെന്റ് വായിച്ച് മാത്രം പഠിക്കരുത്. മേക്ക് ഷുവർ യു റൈറ്റ് ആൻഡ് ലേൺ. അല്ലെ നമ്മൾ ചുമ്മാ ബ്ലഫി അറിയാമെന്ന് നമുക്ക് തോന്നുമെങ്കിലും മാർക്ക് വീഴത്തില്ല. സോ കഴിഞ്ഞ വർഷം നല്ല ഒത്തിരി സ്റ്റുഡൻസിന് എക്സംഷൻ കിട്ടി. ഇൻഫാക്ട് കഴിഞ്ഞ മുന്നിലത്തെ അറ്റംപ്റ്റിലും കിട്ടി. കഴിഞ്ഞ അറ്റംപ്റ്റിൽ പേപ്പർ വാസ് ഈസി. കഴിഞ്ഞ മുന്നിലത്തെ അറ്റംപ്റ്റിൽ ക്വസ്റ്റ്യൻസ് ഓൾ അൺഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് കേം. ഐ എം ടോക്കിംഗ് അബൌട്ട് May 2024. അപ്പൊ അൺഇമ്പോർട്ടന്റ് വന്നു എന്നാണ്, പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പർ ഭയങ്കര എളുപ്പമാണ്. സോ ദിസ് ടൈം QP വാസ് വെരി ഈസി. FMNSM വാസ് വെരി ഈസി. സോ ഒത്തിരി പേർക്ക് പേപ്പർ എക്സംഷൻ ഉണ്ടായിരുന്നു September 2024 അറ്റംപ്റ്റിൽ. സോ Jan 2025 അറ്റംപ്റ്റ് ഓൾസോ ദേ ആർ എക്സ്പെക്ടിങ് ഒരു വലിയ കുഴപ്പമില്ലാത്തൊരു പേപ്പർ തന്നെയാണ്. ഭയങ്കര ഈസി ഒന്നും ആയിരിക്കത്തില്ല, ബട്ട് ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ബി വെരി ടഫ് ഓൾസോ. ഐ തിങ്ക് ഇറ്റ്സ് ഗോയിങ് ടു ബി എ ആവറേജ് കൈൻഡ് ഓഫ് പേപ്പർ. സോ എഴുതി തന്നെ പഠിക്കണം. പിന്നെ ഒരു ടിപ്പും കൂടെ പറഞ്ഞുതരാം, എല്ലാത്തിൽ നിന്നും ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാം. ഇപ്പൊ മൈക്കിൾ പോർട്ടർസ് 5 ഫോഴ്സ് മോഡൽ, ആ 5 പോയിന്റിനെ ബേസ് ചെയ്യുന്ന 5 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല. ഒരു 10 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഒരു ത്രെറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ടിനെ ബേസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ചെയ്യുക, ഒരു കേസ് ബേസ്ഡ് ചെയ്യുക. ബാർഗൈനിങ് പവർ ഓഫ് ദ ബയറിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചെയ്യുക. നേച്ചർ ഓഫ് റൈവലറി ഇൻ ദ ഇൻഡസ്ട്രി ഒരു ക്വസ്റ്റ്യൻ ചെയ്യുക. സോ യു ആർ വെരി ഫെമിലിയർ വിത്ത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഡയറക്റ്റ് ചെയ്യേണ്ട, ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക. കാരണം ഡയറക്റ്റ് എഴുതാനായിട്ട് എളുപ്പമാണ്, ഇൻഡയറക്റ്റ് ഐഡന്റിഫൈ ചെയ്ത് എഴുതാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. So please write and practice. That is what I would suggest. Okay. So I hope this session was helpful. So endingilum oru discuss cheyda oru multiple choice or descriptive, if you have a doubt you can write it in the comment box. Thank you.